മുണ്ട് എടുക്കാനും അറിയാം, മുണ്ട് മടക്കുത്തുത്താനും അറിയാം, മലയാളം പറയാനും അറിയാം, മലയാളത്തിൽ തെറി പറയാനും അറിയാമെന്ന് അദ്ദേഹം പ്രസംഗിച്ചു. നമ്മൾ ഈ സാമൂഹിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ എല്ലാ പ്രവർത്തനവും ഉണ്ട്, എല്ലാ നിലയിലും ഇടപെടും. രാഷ്ട്രീയ പ്രവർത്തനം താഴെത്തട്ടിൽ നടത്തുമ്പോൾ മതിൽ ചുരണ്ടണം, മതിൽ വെള്ളമൊലിക്കും, മതിൽ എഴുതാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയ ആശയത്തിൻ്റെ ഭാഗമായി മതിൽ എഴുതാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം, പോസ്റ്റർ ഒട്ടിക്കണം, ഇതൊക്കെ നമ്മളെല്ലാവരും ചെയ്തിട്ടാണല്ലോ ഇതിൽ വരുന്നത്. അദ്ദേഹം 1 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും എനിക്കും മതിൽ വെള്ളമൊലിക്കാനും അറിയാം, മതിൽ ചുരണ്ടാനും അറിയാം, പോസ്റ്റർ ഒട്ടിക്കാനും അറിയാം എന്നൊക്കെ ചിലപ്പോൾ അടുത്ത 1 മാസം കഴിഞ്ഞ പ്രസംഗം അതായിരിക്കാം. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ് കഴിഞ്ഞ് ഒരു രാത്രി ഇരുട്ടി വെളുത്തെങ്കിലും കുമ്മനത്തെ പിന്നിലാക്കിയ രാജീവ് ചന്ദ്രശേഖരൻ്റെ കഥയാണ് സമൂഹ മാധ്യമങ്ങൾ നിറയെ. ഇന്നലെ വെളുപ്പിന് വിഴിഞ്ഞം തുറമുഖത്തെത്തിയവർക്ക് സ്റ്റേജിലെത്തി സീറ്റ് പിടിച്ചിരിക്കുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെയാണ് കാണാനായത് എന്ന് തുടങ്ങി തുറമുഖം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രിയാണെങ്കിലും എയറിലായത് BJP ആണെന്ന് വരെ പലതരം ട്രോളുകൾ ആണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറയ്ക്ക് മുന്നിൽ തിളങ്ങാൻ ഔദ്യോഗിക പദവികൾ ഇല്ലെങ്കിലും പ്രധാനമന്ത്രി വിചാരിച്ചാൽ ക്ഷണിച്ച് സ്റ്റേജിലിരുത്തിച്ച് ട്രോളാൻ കഴിയും എന്ന് ഇതോടെ തെളിഞ്ഞു. ആവേശം മൂത്ത് ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം വിളിച്ച രാജീവ് ചന്ദ്രശേഖർ വിരൽ വായിലിട്ട് വിസിലടിക്കുമോ എന്ന് സംശയിച്ചവരും ഉണ്ട്. കാൽക്കാശ് മുടക്കാതെ വിഴിഞ്ഞത്തിൻ്റെ ചരിത്രം തള്ളി സ്വന്തം ക്രെഡിറ്റിലാക്കാനായിരുന്നോ ഈ പെടാപ്പാട്? ആർക്കറിയാം. പക്ഷേ കേരളത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ സംസാരിക്കുന്നത് ഒന്ന് മാത്രം: കുമ്മനടിക്ക് ശേഷം ചന്ദ്രനടി. രാഷ്ട്രീയ മലയാളത്തിലേക്ക് കടന്നു വന്ന പുതിയ പ്രയോഗം. കുമ്മനത്തിന് അല്പം ആശ്വാസം. തനിക്ക് മുകളിൽ ചന്ദ്രനടി എത്തിയത് കാണുമ്പോൾ ഉള്ള നെടുവീർപ്പ്. സ്കൂൾ അസംബ്ലിയിൽ വെച്ച് മൈക്ക് കിട്ടാത്ത കുട്ടിയുടെ ചിണുങ്ങലോ എന്ന് സതീശനെ നോക്കി ട്രോളിയവർ പോലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ പിന്നാലെയാണ്. ഒരൊറ്റ ചന്ദ്രനടി കൊണ്ട് കോൺഗ്രസിനെയും കുമ്മനത്തെയും പിന്നിലാക്കി BJPയെ എയറിലാക്കിയ രാജീവ് ചന്ദ്രശേഖറാണ് ഇന്നത്തെ ട്രോൾ വാർത്താ താരം. ന്യൂസ് ആൻഡ് വ്യൂസ് അന്വേഷിക്കുന്നു. 5 പൈസ ഇറക്കാതെ വിഴിഞ്ഞം തൻ്റെ കുഞ്ഞാണെന്ന് പടമടിച്ച് പ്രചരിപ്പിച്ച മോദിയെയും വെട്ടിനിരത്തി അല്പത്തരങ്ങളുടെ തലപ്പത്ത് BJPയെ എത്തിച്ചോ സംസ്ഥാനത്തിൻ്റെ പുതിയ അധ്യക്ഷൻ? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലൂടെ കേരളം തല ഉയർത്തി നിന്ന വേദിയിൽ ആർക്കാണ് നാണക്കേടിൻ്റെ കിരീടം? ഇടതുപക്ഷം വികസന താളം പിടിക്കുമ്പോൾ ചന്ദ്രനടിയിൽ നാണം കെട്ടോ BJP? ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIഎമ്മിനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ഷിജു ഖാൻ, വലത് സഹയാത്രികൻ ഷാബു പ്രസാദ്, ഇടത് നിരീക്ഷകൻ ഡോക്ടർ പ്രേംകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം ഷാബു പ്രസാദിലേക്ക് പോവുകയാണ്. ശ്രീ ഷാബു പ്രസാദ്, സമൂഹ മാധ്യമങ്ങളിൽ ഈ കുമ്മനടിക്ക് ശേഷം ചന്ദ്രനടി എന്ന പ്രയോഗം ഉണ്ടാകുന്നത് താങ്കളും കാണുന്നുണ്ടാകും. ഇത് ഞങ്ങളുടെയോ കൈരളിയുടെയോ ഒന്നും ഒരു വെർഷനല്ല. ഇത് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത് അങ്ങനെയാണോ? BJPക്ക് നാണക്കേട് ഉണ്ടാക്കിയോ എന്നാണ് നമ്മളിന്ന് അന്വേഷിക്കുന്നത്. ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ ഒരു സാഹചര്യം സൃഷ്ടിക്കൽ, അതാണല്ലോ ഇതിന് കാരണം. അതല്പം അല്പത്തരമായി പോയോ, അപക്വമായോ രാജീവ് ചന്ദ്രശേഖരൻ്റെ നടപടി? സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളുകളുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഇഷ്ടം പറയാനുണ്ട്. ലാലെ, അപ്പം ഗോവിന്ദൻ, കസേര വിജയൻ, അങ്ങനെ ട്രോളുകളുടെ ഒരു പെരുമഴ തന്നെ ഇവിടെയുണ്ട്. കേരളം ഒരുപാട് ആസ്വദിച്ച ട്രോളുകളാണ്. അപ്പം ആ ട്രോളുകളുടെ പേരിലാണ് നമുക്ക് സംസാരിക്കുന്ന തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഒരു ട്രോള് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ട്രോൾ അങ്ങോട്ട് പറയാനും കാണും. അങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് എയറിലാവുക എന്ന് പറഞ്ഞ് ആരൊക്കെയാണ് അവസാനം ഇട്ടിട്ട് ഓടേണ്ടി വരിക എന്നൊക്കെയുള്ളത് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ടി വരും. ട്രോളുകളുടെ കണക്ക് പറയുകയാണ്. സമൂഹ മാധ്യമങ്ങൾ ഇന്നൊരു സമയമാണ്. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എപ്പോൾ ചെയ്താലും ട്രോളുകൾ ഒക്കെ ഉണ്ടാകും. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതിനെ അതിൻ്റെതായ സ്പിരിറ്റിലും കാര്യങ്ങളും ഒക്കെ അങ്ങ് കാണുക. മറ്റൊന്നും നിങ്ങൾക്ക് ഈ ലോകത്ത് ചർച്ച ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടാകാം ഒരുപക്ഷെ ട്രോളുകളെ ചർച്ച ചെയ്യാൻ തുടങ്ങി.
ഓക്കെ, അത് നിങ്ങളുടെ ഷാബു ആ ഒരു പ്രസാദ്, കൈരളി. ട്രോളുകളെ കുറിച്ച് ആ അതിന്റെ എണ്ണത്തെക്കുറിച്ചോ അല്ല ആ നമ്മുടെ ചർച്ച. ഈ ട്രോളിന് കാരണമായ ആ നടപടി ഉണ്ടായത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഒരു ഔദ്യോഗിക പദവി ഇല്ലാതിരുന്നിട്ടും വിഴിഞ്ഞം കമ്മീഷനിങ്ങിൻ്റെ വേദിയിൽ എത്തിയതിനെ തുടർന്ന് ആണ് ആദ്യത്തത്. രണ്ടാമത് അദ്ദേഹം അവിടെ ഇരുന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടി എന്നത്, അവിടെ ആദ്യം തന്നെ എത്തി രാവിലെ 8:45 തന്നെ. ഇന്ന് ശശി തരൂർ പറയുന്നുണ്ടായിരുന്നു മാധ്യമങ്ങളോട്, ഞങ്ങൾക്കൊക്കെ ക്ഷണിക്കപ്പെട്ടവർക്കൊക്കെ 10 മണിക്ക് അവിടെ വേദിയിലെത്തിയാൽ മതി എന്ന് നിർദ്ദേശമുണ്ടായിരുന്നു, നോട്ടീസ് വന്നിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് 8:45 തന്നെ രാജീവ് ചന്ദ്രശേഖർ അവിടെ വന്ന സ്റ്റേജിൽ ഇരുന്നത്? അതിനുശേഷം അദ്ദേഹം ഭാരത് മാതാ കി ജയ് എന്ന് അവിടെ അണികളെ നോക്കി അവരും വിളിക്കുന്നു, ഇദ്ദേഹവും കൈ ഉയർത്തി മുദ്രാവാക്യം ആവേശത്തോടെ വിളിക്കുന്നു. ഇതൊക്കെ ഒരു മുൻ കേന്ദ്രമന്ത്രിയാണ് ചെയ്യുന്നത് എന്നത് ഒരല്പം അപക്വമായോ അല്പത്തരമാണോ എന്നതാണ്. അല്ല, ഇപ്പോൾ ഈ അല്പന്മാർക്കെല്ലാം അല്പത്തരമാണെന്ന് തോന്നുന്നു. അത് സ്വാഭാവികമാണ്. അതിന് ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം ഇവിടെ ഗസ്റ്റിനോട് എല്ലാവരോടും 10 മണിക്ക് മുമ്പ് അവിടെ എത്തണമെന്ന് പറഞ്ഞിരുന്നു. ഇദ്ദേഹം അവിടെ നേരത്തെ എത്തി. അദ്ദേഹത്തിന് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന സീറ്റിൽ അദ്ദേഹം കയറിയിരുന്നു. അദ്ദേഹം ഇരുന്നു. ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നത് BJPയുടെ സ്വന്തം മുദ്രാവാക്യമൊന്നുമല്ല. ഭാരത് മാതാ കി ജയ് എന്നുള്ളത് ഇവിടെ കാലാകാലങ്ങളായിട്ട് പണ്ട് സ്വാതന്ത്ര്യ സമര കാലം മുതലുള്ള മുദ്രാവാക്യമാണത്. അല്ലാതെ അദ്ദേഹം ഇവിടെ BJP ചെയ്യുന്നോ നരേന്ദ്രമോദി കി ജയ് എന്നൊന്നുമല്ല വിളിച്ചത്. ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത് നിങ്ങൾക്കൊരു പക്ഷേ അപമാനവും ഈ പറഞ്ഞ പോലെ കേവല രാഷ്ട്രീയത്തിന്റെ കണ്ണിൽ മാത്രം കാണുന്നത് അത് നിങ്ങളുടെ പ്രശ്നം. അതൊക്കെ അതിനൊന്നും എനിക്ക് അതൊന്നും വേറെ പ്രശ്നം. അതായിക്കോട്ടെ, അതത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയുള്ളൂ, അതത്രയേ ഉള്ളൂ. പക്ഷേ അത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി അവിടെ എന്ത് കപ്പാസിറ്റിയിലാണ് വന്ന് ആ സ്റ്റേജിൽ ഇത്തരത്തിലൊരു മുദ്രാവാക്യം ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത് എന്നൊരു പ്രധാന കാര്യമുണ്ടല്ലോ. അദ്ദേഹത്തിന് ഒരു ഔദ്യോഗിക പദവിയില്ല. അപ്പോൾ അതേപോലെ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണെങ്കിൽ മറ്റു പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷന്മാരൊക്കെ പുറത്തായിരുന്നു. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി വേദിയിൽ സദസ്സിലാണ് ഉണ്ടായിരുന്നത്. മറ്റുള്ള പാർട്ടിയുടെ അധ്യക്ഷന്മാർക്ക് അവിടെ വരാനേ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ. എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് അങ്ങനെ ഒരു അവസരമുണ്ടായി? രാജീവ് ചന്ദ്രശേഖറിന്, അതായത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ വേദിയിൽ വെറുതെ ഒരാൾക്കും ചെന്നിരിക്കാനൊന്നും കഴിയില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ക്ഷണിച്ച പ്രകാരം തന്നെ ആ ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ട് തന്നെയാണ് അദ്ദേഹം അവിടെ. അദ്ദേഹം ആ വേദിയിൽ ഇരിക്കാനുള്ള യോഗ്യതയുണ്ടെന്ന് പ്രധാനമന്ത്രിക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിനും തോന്നിയത് കൊണ്ടാണ് അവിടെ ഇരുന്നത്. ഇനി രാഷ്ട്രീയ പാർട്ടി നേതാവ് എന്നുള്ളതല്ല, ശരിയാണ്, ഇത് രാഷ്ട്രീയം തന്നെയാണ്. അടിമുടി ശ്വസിക്കുന്ന ശ്വാസത്തിലും കുടിക്കുന്ന വെള്ളത്തിലും രാഷ്ട്രീയമുള്ള നാടാണ് ലാലെ ഇത്. ഇവിടെ അതിൻ്റെ അകത്ത് രാഷ്ട്രീയമുണ്ട്, തെളിഞ്ഞ രാഷ്ട്രീയം തന്നെയുണ്ട്, ഒരു സംശയവുമില്ല. അല്ലാതെ ഇത് നാടിന്റെ വികസനം മാത്രമാണ്, മറ്റേതാണ് മറിച്ച് അതൊന്നുമല്ല. ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമുണ്ട്. പ്രധാനമന്ത്രി രാഷ്ട്രീയ നേതാവാണ്, രാഷ്ട്രീയക്കാരനാണ്, തെളിഞ്ഞ രാഷ്ട്രീയമുണ്ട് ഇതിൻ്റെ അകത്ത്. ഇന്ത്യ ഭരിക്കുന്ന, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ആ സംസ്ഥാന പ്രസിഡന്റിനെ ആ പാർട്ടിയുടെ പ്രധാനമന്ത്രി, ആരാണോ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കിയത് ആ പ്രധാനമന്ത്രി ക്ഷണിച്ചത് പ്രകാരമാണ് വന്നിരുന്നത്. അദ്ദേഹത്തിന് അവിടെ ഇരിക്കാനുള്ള യോഗ്യതയുണ്ട് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് തോന്നി. അദ്ദേഹം ക്ഷണിച്ചു, ആ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ക്ഷണിച്ചു, വന്നിരുന്നു. അപ്പം ഗോവിന്ദന് തറയിലിരുന്നാൽ മതി എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ. കാര്യം പ്രധാനമന്ത്രിയാണ്, ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ്, അവർക്കത് തീരുമാനിക്കാനുള്ള പവറുണ്ട്. അല്ല, സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ പലതും പ്രയോഗിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നമ്മുടെ ചർച്ചയിൽ അത്തരം പദപ്രയോഗങ്ങൾ ഉപയോഗിക്കണോ എന്നുള്ളത് താങ്കളുടെ സംസ്കാരം ഉപയോഗിച്ച് ചിന്തിച്ചാൽ മതി. നിങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞത്, നിങ്ങൾ തന്നെയാണ് ഇവിടെ സമൂഹ മാധ്യമങ്ങളിലെ പ്രയോഗങ്ങൾ ഇവിടെ എടുത്തിട്ട് അലക്കാൻ തുടങ്ങിയത് നിങ്ങൾ തന്നെയാണ്. അപ്പം തിരിച്ചും കേൾക്കേണ്ടി വരും ലാലേ. ശ്രീ ഷാബു പ്രസാദ്, സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിന് എന്താണ് കാരണം എന്നാണ് ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത്. അതിന് മുമ്പ് ചർച്ച ചെയ്ത വിഷയങ്ങൾ വീണ്ടും എടുത്ത് കൊണ്ടുവരണമെന്നുള്ളത് താങ്കൾ തീരുമാനിച്ചോളൂ. ഇന്നത്തെ കാര്യം നമ്മൾ പറയുന്നത് സമൂഹ മാധ്യമങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ, സമൂഹ മാധ്യമങ്ങളിലെ ട്രോളുകളെ പറ്റി പറയുമ്പോൾ എല്ലാം ശരി. അപ്പോൾ താങ്കൾ പറഞ്ഞു വന്നത് പ്രധാനമന്ത്രിയുടെ പാർട്ടിയിൽപ്പെട്ട അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ളതാണ് അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ യോഗ്യത. അതനുസരിച്ച് പ്രധാനമന്ത്രിക്ക് തോന്നി ഇതിൽ പക്ക രാഷ്ട്രീയമാണ്, തികച്ചും രാഷ്ട്രീയം തന്നെയാണ് ഇതിനകത്തുണ്ടായിരിക്കുന്നത് എന്നാണ്. അതായത് നാളെ ഇനി ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും അവർ ഇതാണ് കാണിക്കേണ്ടത്. ഇനി സംസ്ഥാനങ്ങളിൽ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് അവിടെ
ഈ സ്റ്റേറ്റ് ഫണ്ട് ഉപയോഗിച്ച് നടക്കുന്ന പദ്ധതികളിലൊക്കെ ഇതുപോലെ ആ പാർട്ടികളുടെ നേതാക്കളെയാണ് വിളിച്ച് സ്റ്റേജിൽ ഇരുത്തേണ്ടത്, അത്തരം രാഷ്ട്രീയം കളിയാണ് വേണ്ടത് എന്നാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ രാഷ്ട്രീയമാണ് ഉണ്ട്. ഒരു കാര്യമുണ്ട്, ഇവിടെ ആ സ്റ്റേജില് അല്ലെങ്കിൽ ഇവിടെ പ്രസംഗിച്ച പിണറായി വിജയനോ അല്ലെങ്കിൽ വാസവനോ 3 പേരാണ് സംസാരിച്ചത്. ഇവിടെ ഇതിനു മുമ്പ് ഭരിച്ച ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു മുഖ്യമന്ത്രിയുടെ, ഉമ്മൻചാണ്ടിയുടെ അടക്കമുള്ള ഒരു മനുഷ്യരുടെ പേര് പറയാതിരുന്നതിന്റെ പേരെന്താണ്? രാഷ്ട്രീയം എന്ന് തന്നെയാണ് അതിന്റെ പേര്. വി.ഡി. സതീശൻ ആ സ്റ്റേജിലോട്ട് അതെന്താ ഉമ്മൻചാണ്ടിയുടെ പേര് പ്രധാനമന്ത്രിക്ക് പറയാലോ? താങ്കൾക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ മറ്റ് ആളുകൾക്കോ അദാനിക്കോ ഒക്കെ അത് പറയാമല്ലോ. ഇവിടെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്നാ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ വി.ഡി. സതീശൻ അങ്ങോട്ട് പോയില്ല. അതിന്റെ പേരും രാഷ്ട്രീയം എന്ന് തന്നെയാണ്. ഇതെല്ലാം അവിടെ വന്നിരുന്ന് ഈ പിണറായി വിജയൻ കി ജയ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആൾക്കാർ മുദ്രാവാക്യം വിളിച്ചത് അതും രാഷ്ട്രീയം, അതിന്റെ പേരും രാഷ്ട്രീയം എന്ന് തന്നെയാണ്. ഇതെല്ലാം രാഷ്ട്രീയമാണ് ലാലെ. ഇതൊന്നും നമ്മൾ അത് സദസ്സിലിരിക്കുന്നവർ ചെയ്യുന്നത് മനസ്സിലാക്കാം. പക്ഷെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതിനെ മാതൃകയാക്കുന്നത്, ഇത്തരം മാതൃകകളാണ് വേണ്ടതെന്ന് പ്രധാനമന്ത്രി തന്നെ തീരുമാനിക്കുന്നു. സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെ സ്റ്റേജിൽ ഇരിക്കണം എന്ന് തീരുമാനിക്കുന്നു. എന്നിട്ട് അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുന്നു. അതാണ് ഇപ്പോൾ നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെ സർക്കാർ പരിപാടികളിൽ മുഴുവനും നടക്കുന്നത് ഇതേപോലെയുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ തന്നെയാണ് ലാലെ. എല്ലാവരും അടിമുടി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക്. അപ്പൊ നാളെ ഇനി കേരളത്തിൽ ഇങ്ങനെ കേരളത്തിൻ്റെതായ പദ്ധതികൾ വരുമ്പോൾ കേരളം അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള ആളുകളെ, പാർട്ടിക്കാരെ മാത്രം വിളിച്ച പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ, സെക്രട്ടറിയോ മറ്റ് നേതാക്കളെയോ ലോക്കൽ ആയിട്ടുള്ള നേതാക്കളുണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ച് സ്റ്റേജിൽ ഇരുത്തുക എന്നതാണ് ഇനി ചെയ്യേണ്ടത്. ഇതാണ് രാജ്യം കാണിക്കുന്ന മാതൃക. ചെയ്യണമെങ്കിൽ കാര്യം അതൊക്കെ തന്നെ. കാര്യം അതിനെക്കാട്ടി നാറിയ കളിയല്ലേ ഇവിടെ നടക്കുന്നത്. ഇവിടെ അതിന്റെ അവലോകന യോഗം നടക്കുമ്പോൾ ഒരു നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കാര്യസമയത്ത് ഈ മുഖ്യമന്ത്രി ആയിരിക്കും മോക്കും കൊച്ചുമോനും ഒക്കെ അവിടെ എന്തായിരുന്നു കാര്യം? അതെന്തായിരുന്നു? അത് രാഷ്ട്രീയവുമല്ല, അതിനപ്പുറമുള്ള ചീഞ്ഞ കുടുംബാധിപത്യമാണ്. അതിനപ്പുറമുള്ള കളിയാണത്. അല്ല, അത് അവർ സ്റ്റേജിലിരിക്കുന്നതോ അവർ അവലോകനം നടത്തി അഭിപ്രായങ്ങൾ പറയുന്നതോ താങ്കൾ കണ്ടോ? അത്തരത്തിലുള്ള അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? അതിന് അർഹതപ്പെട്ടവർ, അതിന് വേണ്ടപ്പെട്ടവർ മാത്രം ഇരിക്കേണ്ട സ്ഥലത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്താ കാര്യം? അല്ല, അങ്ങനെ അവർക്ക് ഇരിക്കേണ്ടത് അല്ലാത്ത സ്ഥലങ്ങളിൽ അവർ പോയിരുന്നോ? അത് മുഖ്യമന്ത്രി അങ്ങനെ ഒരു പരാതി ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പറയാം? അവരാരെയാണ് മുദ്രാവാക്യം വിളിച്ച് ആവേശം വിളിച്ചത്? നിവർത്തിയില്ലാത്തതുകൊണ്ടാണ്. പ്രൈം മിനിസ്റ്റർ ഓഫീസ് സമ്മതിക്കാത്തതുകൊണ്ടാ. അല്ലെങ്കിൽ മരുമോനും മോളും കൊച്ചുമോളും ഒക്കെ ആ സ്റ്റേജിൽ ഉണ്ടാവുമായിരുന്നു. അത് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് PMOയിൽ നിന്ന് സമ്മതിക്കാത്തത് കൊണ്ടാ. അല്ല, PMOയിൽ നിന്ന് തന്റെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ അവിടെ കൊണ്ട് ഇരുത്താൻ സമ്മതിക്കാമെങ്കിൽ ബാക്കിയുള്ള പാർട്ടിക്കാരെ എന്തിനു ഒഴിവാക്കണം? അതെങ്ങനെയാണ്? മറ്റുള്ള പാർട്ടിക്കാരെ കയറ്റാൻ സൗകര്യമില്ല, അത്ര തന്നെ. രാഷ്ട്രീയം തന്നെയാ. ശരി, ശ്രീ ഷിജു ഖാൻ, അപ്പോ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ക രാഷ്ട്രീയമാണ്. ഒരൊറ്റ ചോദ്യം കൂടി ശ്രീ ഷാബു പ്രസാദ്, ഒരൊറ്റ ചോദ്യം കൂടി. ഇതിപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നാട്ടുകാർ ഇതിനെ വിലയിരുത്തിയിട്ടുണ്ട്. നാട്ടുകാർ ഇതൊക്കെ കണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ എത്ര കുറ്റം താങ്കൾ കേൾക്കൂ. നാട്ടുകാർക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത് പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അതിപ്പോൾ ഏത് പക്ഷത്തെക്കുറിച്ചാണെങ്കിലും. ഇതിൽ അവർ ഒരു പദം ഇപ്പോൾ മലയാളത്തിന് നൽകിയിട്ടുണ്ട്. നേരത്തെ കുമ്മനടി എന്ന വാക്ക് വന്നത് അങ്ങനെയാണ്, നമുക്കറിയാം. ഇപ്പോൾ ആളുകൾ ഏത് തമാശ, BJP-ക്കാരാണെങ്കിലും അത്തരത്തിൽ എന്തെങ്കിലും ആരെങ്കിലും വിളിക്കാത്തടത്തേക്ക് പോവുകയാണെങ്കിൽ കുമ്മനടിച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന നാടാണിതിപ്പോൾ. അതുപോലെ ചന്ദ്രനടി എന്നൊരു വാക്ക് വന്നിരിക്കുന്നു ദൗർഭാഗ്യവശാൽ. ഇത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടോ? മലയാള ഭാഷയ്ക്ക് ധാരാളം വാക്കുകൾ കിട്ടിയിട്ടുണ്ട്. കസേര വിജയൻ, അപ്പൻ ഗോവിന്ദൻ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം വാക്കുകൾ മലയാളത്തിന് സംഭാവന ചെയ്തത് നിങ്ങളാണ്. അതുകൊണ്ട് അല്ല, മലയാളത്തിൽ അങ്ങനെയൊക്കെ പ്രയോഗിക്കുന്നത് ഞാൻ കേട്ടില്ല. ഇത് ഞാൻ കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അത് സാരമില്ല. അത് താങ്കൾ ഒരു ENT എത്രയും പെട്ടെന്ന് കാണിക്കുക. കേൾക്കേണ്ടത് മാത്രമേ താങ്കൾക്ക് താല്പര്യമില്ലാത്തത് താങ്കൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ശരി, ഒരു ഡോക്ടറെ കാണിക്കാനാണ് പറയുന്നത്. ശരി, ഞാൻ വരാം. ശ്രീ ഷിജു ഖാൻ, ഈ ഡോക്ടറുടെ ഒരു പ്രയോഗം ഇന്നിപ്പോ
രാജീവ് ചന്ദ്രശേഖരും പറയുന്നത് കേട്ടു, മുഹമ്മദ് റിയാസിനോട് ഒരു നല്ല ഡോക്ടറെ കാണണമെന്ന്. അപ്പോൾ തിരിച്ച് റിയാസും പറയുന്നുണ്ടായിരുന്നു, നാട്ടുകാർക്ക് മനസ്സിലാകുന്നുണ്ട് ഈ കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ ആരെയാണ് ഡോക്ടറെ കാണിക്കേണ്ടത് എന്ന്. ഇപ്പോൾ ഷാബു പ്രസാദ് പറയുന്നത് പോലെയാണ് BJPയുടെ ഒപ്പം നിൽക്കുന്നവർ അല്ലെങ്കിൽ വലത് പക്ഷത്തുള്ളവരൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ന് വേണം കാണാൻ. ഇത്തരത്തിലാണ് മാതൃകാപരമായി ഇനിയിപ്പോൾ നാട്ടിൽ കാര്യങ്ങൾ നടക്കേണ്ടത് എന്നാണ്. ചന്ദ്രനടി എന്നൊരു വാക്ക് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടോ? ഞാൻ ഇന്നലെ പരിപാടിയുടെ തുടക്കം മുതൽ ആ പരിപാടി അവസാനിക്കും വരെയും വിഴിഞ്ഞത്തെ തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എനിക്കും അവസരം ലഭിക്കുകയുണ്ടായി. ഏറ്റവും അഭിമാനാർഹമായ ഒരു നിമിഷമായിട്ടാണ് നമ്മൾ ആ സന്ദർഭത്തെ വിലയിരുത്തിയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രീ പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആ തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം കൂടിയായി അത് മാറുകയാണ്. പ്രത്യേകിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുൻകൈയിൽ ആരംഭിച്ച ഒരു ബൃഹത് പദ്ധതിയുടെ സമർപ്പണമായിട്ടാണ് ഈ മേഖലയിൽ നിൽക്കുന്നവരും തിരുവനന്തപുരത്തെ പൗരാവലിയും കേരളത്തിലെ ജനങ്ങളും ഇതിനെ കാണുന്നത്. നമ്മളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തത് പ്രകാരം 8,867.14 കോടി രൂപയിൽ 5,594.34 കോടി രൂപ 5,595.34 കോടി രൂപ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വിഹിതമായിട്ടും അതോടൊപ്പം പിന്നെ സെൻട്രൽ ഗവൺമെൻറ് VGF എന്ന നിലയിൽ 817.2 കോടി രൂപയും അദാനി കമ്പനിയുടേത് 2,454 കോടി രൂപയും ഇതിൻ്റെ ചെലവ് എന്ന നിലയിലാണ് ആ തുറമുഖം ഇവിടെ സമർപ്പിക്കപ്പെട്ടത്. സ്വാഭാവികമായും സഖാവ് VK നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIM-ഉം നടത്തിയിട്ടുള്ള തുടർച്ചയായ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഭാഗമായിട്ടും 2016 അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി സർക്കാർ ആരംഭിച്ച ഏറ്റവും ശ്രദ്ധയോടുകൂടിയുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടും 2021 അധികാരത്തിൽ വന്ന രണ്ടാം പിണറായി സർക്കാർ ഫലപ്രദമായി ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടുമാണ് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ പൂർത്തീകരണം നാടിന് സമർപ്പിക്കുന്ന നിലയിലേക്ക് ഇതിനെ മാറ്റാൻ സാധിച്ചിട്ടുള്ളത്. രണ്ടാമത്തേത് കോൺഗ്രസും മറ്റു ചില രാഷ്ട്രീയ ശക്തികളുമൊക്കെ ചേർന്ന് ഈ പ്രവർത്തനത്തെ, പ്രത്യേകിച്ചും വിഴിഞ്ഞത്ത് ഇത് പൂർത്തീകരിക്കുന്ന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി പ്രത്യക്ഷമായി രംഗത്തു വന്ന സമീപകാല അനുഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അതിനോടും വളരെ ശക്തമായിട്ട് നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോയത്. തീരദേശത്തെ ജനതയെ, പ്രത്യേകിച്ച് വിഴിഞ്ഞത്തെ സാധാരണക്കാരായ മനുഷ്യരെ കൂടി പരിഗണിച്ചുകൊണ്ട് അവരെയും അവരുടെ തൊഴിൽ സാധ്യതകളെ അടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു വലിയ നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചത്. പിന്നെ വിവാദം എന്ന നിലയിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം പ്രധാനമന്ത്രി പങ്കെടുത്ത തുറമുഖം നാടിന് സമർപ്പിക്കുന്ന ചടങ്ങാണ്. അങ്ങനെ നാടിന് സമർപ്പിക്കുന്ന ഒരു ചടങ്ങിൽ BJPയുടെ സഹയാത്രികനായ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞത് ഇതെല്ലാം അടിമുടി രാഷ്ട്രീയമാണെന്നും അപ്പോൾ നാടിൻ്റെ വികസനം എന്നൊക്കെ പറയുന്നത് മാത്രമല്ലെന്നും അടിമുടി രാഷ്ട്രീയമാണ്. BJPയുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ആൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തന്നെ സംസ്ഥാന അധ്യക്ഷനെ നിയോഗിച്ചു, അതെല്ലാം രാഷ്ട്രീയമാണ്, അങ്ങനെ നിയോഗിക്കും എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത്. ഇതൊരു ജനാധിപത്യപരമായ സമീപനമല്ല. ഞാനിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലെ എല്ലാ ട്രോളുകളും ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളല്ല. പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായിട്ട് നിലപാടുകൾ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ആ വേദിയിൽ വരികയും അവിടെ ഇരുന്നു കൊണ്ട് വളരെ നേരത്തെ തന്നെ അദ്ദേഹം വരികയും അവിടെ ഇരുന്നു കൊണ്ട് സദസ്സിലെ തൻ്റെ പ്രവർത്തകർ നടത്തിയ അതേ പെരുമാറ്റം
രാജീവ് ചന്ദ്രശേഖർ ആ വേദിയിലിരുന്ന് പ്രകടിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി അടക്കം ഒരു ഫെഡറൽ രാഷ്ട്രഘടനയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാർ ഉൾപ്പെടെ സദസ്സിലിരിക്കുമ്പോൾ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലാത്ത മറ്റേതെങ്കിലും ഭരണഘടനാപരമോ ഔദ്യോഗികമോ ആയ സ്ഥാനമില്ലാത്ത ഒരാൾ തൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ സ്വാധീനം പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ ചെലുത്തി ആ വേദിയിൽ ഒരു ഇടം നേടുക എന്നത് എത്രമാത്രം ചെറിയ പ്രവൃത്തിയാണ്, എത്രമാത്രം സങ്കുചിതമായ ഒരു പ്രവൃത്തിയാണ്. ഇപ്പോൾ ഷാബു പ്രസാദ് പറഞ്ഞത് BJPയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഓഫീസിന് ഇഷ്ടമുള്ളവരെ അവിടെ നിയോഗിക്കും എന്നൊക്കെയാണ്. BJPയുടെ പ്രധാനമന്ത്രി അല്ല, BJPയുടെ പ്രൈം മിനിസ്റ്റർ ഓഫീസും അല്ല, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ ഓഫീസുമാണ്. അങ്ങനെ ഒരു ചുമതല വഹിക്കുന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്വം പ്രകടിപ്പിക്കുന്ന ഒരു പദവിയുടെ ഓഫീസിൽ നിന്ന് എങ്ങനെയാണ് ഔദ്യോഗിക ചുമതലകളില്ലാത്ത, ഭരണഘടനാ ചുമതലയില്ലാത്ത, ജനപ്രതിനിധി അല്ലാത്ത ഒരു വ്യക്തിയെ ആ വേദിയിൽ, ഔദ്യോഗിക വേദിയിൽ എങ്ങനെയാണ് പങ്കെടുപ്പിക്കുക? ഡോക്ടർ ഷിജു ഖാൻ, താങ്കൾ നേരത്തെ പറഞ്ഞ കണക്കുകളിൽ എവിടെയും ഈ BJPയുടെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഭാഗത്തു നിന്നുള്ള ഒരു സംഭാവനയും ഉള്ളതായി കാണുന്നില്ലല്ലോ. അത് വലിയൊരു ചർച്ചാ വിഷയവുമായിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊരൊറ്റ അടിക്ക് മറികടക്കാം. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നാളെ ചരിത്രം നോക്കുമ്പോൾ, ഈ ചിത്രം നോക്കുമ്പോൾ അവിടെ ഉണ്ട്, അതിലേറ്റവും മുമ്പിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൈ ഉയർത്തി കാണിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ താങ്കൾ ഈ പറയുന്ന പരാതികളൊക്കെ അപ്രസക്തമാകില്ലേ? ഞാൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗം തുടക്കം മുതൽ അവസാനം വരെയും കേൾക്കുകയുണ്ടായി. ഞാനും ശ്രീ ലാലും ഒക്കെ കേൾക്കുകയുണ്ടായി. ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്താണ് അവർ നടത്തിയ ഇടപെടൽ? അവർ ഏത് തരം ധനം അവർക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞു? 10 പൈസയുടെ സഹായമെങ്കിലും ഈ പദ്ധതിക്ക് വേണ്ടി അവർ മുടക്കിയോ? കേന്ദ്ര ഗവൺമെൻറ് മുടക്കിയോ? അതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് വലിയ ബുദ്ധിമുട്ട് വന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പല കാര്യങ്ങളും പരാമർശിച്ചു. ശ്രീ ശങ്കരാചാര്യരെ അദ്ദേഹം ഓർമ്മിച്ചെടുത്തു, മറ്റനേകം സന്ദർഭങ്ങളെ അദ്ദേഹം ഓർമ്മിച്ചെടുത്തു. പക്ഷേ തൻ്റെ ഗവൺമെൻറ് ഈ പദ്ധതിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നില്ല. കാരണം യൂണിയൻ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല ഈ പദ്ധതിക്ക് വേണ്ടി. അദ്ദേഹം PM ഗതിവേഗ് പദ്ധതിയെക്കുറിച്ച് പറയുന്നു, സാഗർമാല പദ്ധതിയെക്കുറിച്ച് പറയുന്നു. ഞാൻ അപ്പോഴൊക്കെ ശ്രദ്ധിക്കുകയാണ്, വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം എന്തു പറയും? വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ഗവൺമെൻറ് എന്ത് ഇടപെടൽ നടത്തി എന്നൊക്കെ ഒരു പ്രൈം മിനിസ്റ്ററുടെ പ്രസംഗത്തിൽ സ്വാഭാവികമായും ആളുകൾ അന്വേഷിക്കുമല്ലോ. ഒന്നും അദ്ദേഹത്തിന് പറയേണ്ടി വന്നിട്ടുമില്ല. അപ്പോൾ ഇവിടെ ഷാബു പ്രസാദ് പറയുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പാർട്ടിയിൽ നിന്ന് ഒരാളെ നിയോഗിക്കുമെന്നാണ്. ഇത് വാസ്തവത്തിൽ നമ്മൾ കാണേണ്ട ഒരാൾ അവിടെ ഇരുന്നോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല, രാഷ്ട്രീയമായ സങ്കുചിതമായ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി അധികാരസ്ഥാനത്തിരിക്കുന്നവർ ഈ അധികാരം ദുരുപയോഗപ്പെടുത്തിയാണ്. അവിടെ ആ വേദിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെ സദസ്സിലിരിക്കുമ്പോൾ, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ സദസ്സിലിരിക്കുമ്പോൾ, യൂണിയൻ മിനിസ്റ്റർ ആണെങ്കിൽ നമുക്ക് തർക്കമില്ല, ജനപ്രതിനിധിയാണെങ്കിൽ തർക്കമില്ല. ഇത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഏത് പ്രോട്ടോകോൾ പ്രകാരമാണ് രാജീവ് ചന്ദ്രശേഖർ വേദിയിലിരിക്കുന്നത്? നമ്മുടെ നാട്ടിലൊരു പ്രോട്ടോകോൾ ഉണ്ട്. അത് പഞ്ചായത്ത് മുതൽ പാർലമെന്റ് അംഗങ്ങൾ വരെയും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുതൽ യൂണിയൻ ക്യാബിനറ്റ് വരെയും പ്രോട്ടോകോൾ ഉണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഇരുന്ന പ്രോട്ടോകോൾ ഏതാണ്? പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിന് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രോട്ടോകോൾ ഉണ്ടാക്കാൻ കഴിയുമോ? പ്രോട്ടോകോൾ ഈ രാജ്യത്ത് നിലനിൽക്കുകയല്ലേ? അവിടെ പ്രധാനമന്ത്രി ഇരിക്കുന്നു, സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഇരിക്കുന്നു,
സംസ്ഥാനത്തെ തുറമുഖ വകുപ്പ് മന്ത്രി ഇരിക്കുന്നു, പോർട്ടിന്റെ മന്ത്രി ഇരിക്കുന്നു. ഇനി BJPയുടെ കേന്ദ്ര ഗവൺമെന്റിന് ഇഷ്ടമുള്ളതുപോലെ കേരളത്തിലെ 2 കേന്ദ്ര മന്ത്രിമാരെ നിയോഗിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഏത് പ്രോട്ടോകോൾ പ്രകാരമാണ് ഗവൺമെന്റിന്റെ ഭാഗമല്ലാത്ത, സ്റ്റേറ്റിലോ സെൻട്രലോ ഗവൺമെന്റിന്റെ ഭാഗമല്ലാത്ത ഒരാളെ അവിടെ നിയോഗിക്കുന്നത്? ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ്? അത് ഷാബു പ്രസാദ് പറയണം. ശരി, അതിലേക്ക് ഒരു കാര്യം കൂടി, ബിജെപിയുടെ പണം കൊണ്ട് നിർമ്മിച്ച BJPയുടെ ഒരു മന്ദിരോദ്ഘാടനമാണെങ്കിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മേജർ ഷെയർ കൊണ്ടുണ്ടാക്കിയ, ഈ സംസ്ഥാനത്തിന്റെ വേർപ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു സ്ഥാപനത്തിലാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരാളെ നിയോഗിക്കുന്ന. ട്രോളിലേക്കും പോകില്ല. ശരി, അത്രയ്ക്ക് സൗകര്യമുള്ളൂ എന്ന് വേണമെങ്കിൽ ഷാബു പ്രസാദ് ശൈലിയിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് അത് പറയാൻ സാധിക്കും. പക്ഷെ അത് മതിയോ? നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ വരാം ഷാബു പ്രസാദിലേക്ക്. പക്ഷേ അതിനു മുമ്പ് ഡോക്ടർ KP പ്രേംകുമാർ, നോക്കൂ, ഇതൊക്കെയാണ് പ്രോട്ടോകോൾ പ്രശ്നമുണ്ട്, മറ്റ് ചില നൈതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിന് വില കൊടുക്കേണ്ടി വന്നിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. പാവം ആ മനുഷ്യൻ എയറിലായി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ മലയാള ഭാഷയ്ക്ക് ഇവിടെ ഒരു പ്രയോഗം കൂടി ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആണോ അപ്പോൾ ശരിക്കും അദ്ദേഹത്തെ ചതിച്ചത്? പ്രധാനമന്ത്രിയുടെ ഓഫീസ് രാജീവ് ചന്ദ്രശേഖരനെ ചതിക്കാനല്ല, അവരുടെ കപ്പാസിറ്റിക്കുള്ളിൽ നിന്നുകൊണ്ട് നിയമപരമായിട്ട് ചോദിക്കാൻ പറ്റാത്തതും ചോദ്യം ചെയ്യാൻ പറ്റാത്തതും ധാർമ്മികമായിട്ട് ചോദിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കപ്പാസിറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് സഹായിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇന്നാള് ഒരു 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 വിഷയത്തിൽ VD സതീശൻ പറഞ്ഞതുമാതിരി ഇദ്ദേഹത്തിന് രാഷ്ട്രീയം എന്താണെന്ന് പിടുത്തമില്ല, മലയാളം എന്താണെന്ന് പിടുത്തമില്ല, മലയാളത്തിലെ രാഷ്ട്രീയം എന്താണെന്ന് പിടുത്തമില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിന് അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രൈം മിനിസ്റ്റർ ഓഫീസിന്റെ ഇടപെടൽ മൂലം എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും ക്ഷണിച്ചിട്ടുണ്ട്. MV ഗോവിന്ദൻ മാഷ് ക്ഷണിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ സദസ്സിലാണ് ഇരുത്തിയത്. കോൺഗ്രസിന്റെ ആളെയും ക്ഷണിച്ചിട്ടുണ്ടാവും. BJPയുടെ ആളെ മാത്രം വേദിയിൽ ഇരുത്തുന്നു എണ്ണമാക്കിയിട്ട്. അത് അവർക്ക് തീർത്തും ശരിയൊന്നുമല്ല. പക്ഷെ നമുക്ക് കോടതിയിലൊന്നും ചോദ്യം ചെയ്യാനൊന്നും പറ്റാത്തൊരു കാര്യമാണത്. അതിന്റെ ശരിയില്ലായ്മ നാട്ടുകാർക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണം, രാഷ്ട്രീയമായിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഈ മനുഷ്യന് അറിയില്ല എന്നുള്ളതാണ്. ഇപ്പം വെള്ളിമൂങ്ങയിലെ ബിജു മേനോൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. എന്തോ റോഡിന്റെ ഉദ്ഘാടനം കണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കൂടെ നടത്തുന്ന ചടങ്ങിലേക്ക് അവസാന നിമിഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വണ്ടിയിൽ കയറി വന്നിട്ട് സ്വാഗത പ്രഭാഷണമൊക്കെ നടത്തിയിട്ട് അതുപോലുള്ളൊരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഏൽപ്പിച്ചത്. പക്ഷേ ബിജു മേനോന്റെ കഥാപാത്രത്തിന് വെള്ളിമൂങ്ങയിൽ അത് ചെയ്യാൻ അറിയാം, സമർത്ഥമായിട്ട് ചെയ്യാൻ അറിയാം. രാജീവ് ചന്ദ്രശേഖരൻ അത് അറിയില്ല. കാരണം അദ്ദേഹം ഈ പാർലമെന്ററി പൊളിറ്റിക്സിലാവട്ടെ, ഡേ ടു ഡേ പൊളിറ്റിക്സിലാവട്ടെ, കേരള പൊളിറ്റിക്സിലാവട്ടെ, അതിന്റെ ചില രീതികളും സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ടെന്നേ, അത് ഈ മനുഷ്യന് അറിയില്ല എന്നുള്ളതാണ് അതിന്റെ സങ്കടം. അതിന്റെ സങ്കടം മാത്രമാണത്. അത് തന്നെയാണെന്ന് അവിടുന്ന് ആ സമയത്ത് തന്നെ മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നതും. ഇത് നോക്കൂ, ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് വിഷമം ഉണ്ടാവില്ലേ? അതായത് അദ്ദേഹത്തിനും കൂടെ വേദിയിൽ ഇരിപ്പിടമുണ്ട് എങ്കിൽ സാധാരണ രീതിയിൽ ആളുകൾ എന്താ ചെയ്യുക? ശശി തരൂർ എന്ന് പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയൊക്കെ വരുന്ന സമയമാകുമ്പോൾ ബാക്കി എല്ലാവരും ഉള്ളപ്പോൾ അവരുടെ കൂടെ കയറി അവിടെ ഇരിക്കുകയാണല്ലോ. ഈ മനുഷ്യനോട് ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും നേരത്തെ വരണമെന്നുള്ളത്. അദ്ദേഹം അക്ഷരം പ്രതി അതനുസരിച്ചു. കോർപ്പറേറ്റ് കൾച്ചർ മാത്രം പരിചയമുള്ള ഒരു മാന്യദേഹമാണ് അദ്ദേഹം. 8 മണിക്ക് വരണം, 8:30 മണിക്ക് വരണം എന്ന് പറഞ്ഞു. അതേ 8:30 മണിക്ക് വന്നു. അദ്ദേഹത്തിന്റെ കസേര കണ്ടു, അവിടെ ഇരുന്നു. ഒരുപക്ഷെ BPL-ലോ ഇന്റലിലോ ഒക്കെ മീറ്റിങ്ങിന് പറഞ്ഞാൽ അങ്ങനെയാണ്, നിങ്ങൾ പറയുന്ന സമയം അവിടെ വന്നിരിക്കുന്നു. പിന്നെ അയാൾ സ്റ്റേജിൽ ഇരുന്ന് നോക്കുമ്പോൾ താഴെ സദസ്സിൽ ആളുകൾ ഭാരത് മാതാ കി ജയിന്നോ BJP ജയിക്കട്ടെ എന്നൊക്കെ വിളിക്കുന്നു. അപ്പൊ അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടോ, ഞാൻ മുദ്രാവാക്യം വിളിക്കണോ? ഞാൻ BJP നേതാവാണല്ലോ, വിളിക്കണമല്ലോ എന്ന് കരുതി അദ്ദേഹം വിളിക്കുകയാണ്. പ്രൊപ്രൈറ്റി എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഇത്തരം ഇവന്റ്സിലുള്ള ഒരു എറ്റിക്വറ്റ് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം അത് കണ്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് അദ്ദേഹം എയറിൽ പോവുകയോ BJPയുടെ പേര് ചീത്തയാകുകയോ എന്നല്ല ചെയ്യുന്നത്. ഈ ഉദ്ഘാടനം നടന്നതിന് ശേഷം ഇന്ന് കൈരളി TV ആവട്ടെ, സോഷ്യൽ മീഡിയയിലാവട്ടെ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞ 9 വർഷക്കാലം കേരളത്തിലെ ഭരണ നേതൃത്വവും മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഉദ്യോഗസ്ഥ വൃന്ദവും ഒക്കെ എത്രത്തോളം പ്രയത്നിച്ചിട്ടുണ്ട് എന്നും അത് എത്രത്തോളം കേരളത്തിന്റെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, കേരളത്തിന് മാത്രമല്ല ഇന്ത്യയുടെ വികസനത്തിനെയും. കാരണം അവിടെ വരുന്ന മദർഷിപ്പുകൾ, അതിൽ നിന്നുണ്ടാവുന്ന ട്രാൻസാക്ഷൻസ് മുഴുവൻ കേരളത്തിന്റെ എക്സ്ചക്കറിലേക്കല്ല പോകുന്നത്, രാജ്യത്തിന്റെ ഇന്ത്യൻ പോർട്ടായിട്ടാണ് ഞാൻ അറിയപ്പെടുന്നത്. കേരള പോർട്ട് എന്നല്ല, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട് എന്നാണ്. ആ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കേണ്ടിയിരുന്നത്. പക്ഷെ നോക്കൂ, നമ്മൾ പോലും ഇന്ന് ചർച്ച ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖരൻ നേരത്തെ ഇരുന്നത് ശരിയായോ, വന്നത് ശരിയായോ,
അത് ഞങ്ങൾക്ക് തോന്നിയ പോലെ ഞങ്ങൾ ചെയ്യുമെന്ന് BJP കൂടെ നടക്കുന്ന അതിന്റെ ഒരു പ്രശ്നം. ഷാബു പ്രസാദിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് ഒഫീഷ്യൽ BJPയുടെ അഭിപ്രായമായിട്ട് കേൾക്കാൻ പറ്റില്ല. എന്റെ അഭിപ്രായം ഇടതുപക്ഷത്തിന്റെ ഒഫീഷ്യൽ അഭിപ്രായം അല്ല എന്നുള്ളത് പോലെ ഡോക്ടർ ഷിജു ഖാൻ പറയുന്നത് CPMന്റെ അഭിപ്രായമാണ്. പക്ഷെ ഷാബു പ്രസാദ് പറയുന്നത് BJPയുടെ അഭിപ്രായമായിക്കൊള്ളുന്നില്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് തോന്നിയാൽ അങ്ങനെ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു അഭിപ്രായം BJPക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇത് മാത്രമല്ല, ആ വിവർത്തകൻ ഉണ്ടാക്കിയ സാധനവും ഇതിന്റെ പിറകിൽ ചുറ്റിത്തിരിയാണ്. സത്യത്തിൽ വിഴിഞ്ഞം പ്രോജക്റ്റ് കേരളത്തിന്റെ ഡെവലപ്മെന്റൽ ഇക്കോണമിക്കും ഡെവലപ്മെന്റൽ ഫ്യൂച്ചറിനും കൊണ്ടുവന്ന മാറ്റങ്ങളെ പറ്റി ചർച്ച ചെയ്യേണ്ടിടത്ത് അതല്ലാത്ത എന്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അതിൽ വിജയിക്കുന്നത് ഇടതുപക്ഷമല്ലാത്ത, കേരള പക്ഷമല്ലാത്ത വേറൊന്നാണ്. ആ ചടങ്ങിൽ വെച്ച് നടന്നിരിക്കാവുന്ന, ആ വേദിയിൽ വെച്ച് നടന്നിരിക്കാവുന്ന ഒരു കത്തിക്കുത്തിനെ പറ്റിയുള്ള ചർച്ച പോലെ തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു കോമാളിത്തരത്തെ പറ്റിയുള്ള ചർച്ചയും. ആ അർത്ഥത്തിൽ സംഘപരിവാറിന്റെ പ്രൈം മിനിസ്റ്റർ ഓഫീസിന്റെ അജണ്ട നടപ്പിലായി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഒരു നയാ പൈസ പോലും നേരിട്ട് മുടക്കാത്ത ഒരു പദ്ധതിയുടെ പരസ്യം ഇന്ത്യ മുഴുവൻ കൊടുത്തിരുന്നു. കൊടുക്കുന്നതിന് കുഴപ്പമില്ല, ഇന്ത്യയുടെ കൂടെ പദ്ധതിയാണത്. പക്ഷെ അതിൽ ഒരിടത്തും സംസ്ഥാന സർക്കാരിനെ മെൻഷൻ ചെയ്യാതെയാണ് അവർ കൊടുത്തിരുന്നത്. കേരളം കൊടുത്ത പരസ്യത്തിന്റെ അകത്ത് മുഖ്യമന്ത്രിയുടെ ചിത്രവും നരേന്ദ്രമോദിയുടെ ചിത്രവും ഉണ്ടായിരുന്നു. കേരളത്തിൽ തുറക്കപ്പെടുന്ന ഒരു ഇന്റർനാഷണൽ സീ പോർട്ട് അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണ്. ഇപ്പം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തത് കേരള ഗവൺമെന്റും കേരളത്തിലുള്ള ഇൻവെസ്റ്റേഴ്സുമാണ്, സെൻട്രൽ ഗവൺമെന്റ് അല്ല. പക്ഷെ അതിന്റെ ഒരു ചടങ്ങുണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ തന്നെ നമ്മൾ വിളിക്കുക. നമ്മൾ ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് തന്നെയാണ്. പക്ഷേ കേരളം കാണിച്ച ആ മര്യാദ പോലും സെൻട്രൽ ഗവൺമെന്റ് കാണിച്ചിട്ടുണ്ടായിരുന്ന, പൊളിറ്റിക്കലി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നതിന് പകരം, ആ മര്യാദകൾ ചർച്ച ചെയ്യപ്പെടുന്നതിന് പകരം ഈ എന്താ പറയാ, ഈ കണ്ണേറ് കാഴ്ച, കണ്ണേറ് കോലമെന്ന് ഞാൻ പറയുന്നത് ശരിയല്ല, കണ്ണേറ് കാഴ്ചയെ പറ്റി ചർച്ച ചെയ്യാൻ നമ്മൾ അതിനകത്ത് പ്രൈം മിനിസ്റ്റർ ഓഫീസറുടെ അല്ലെങ്കിൽ സത്യത്തിലുള്ള സംഘപരിവാറിന്റെ ഒരു അജണ്ട വിജയിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ട്രോളുകൾ ആ അർത്ഥത്തിൽ BJPക്ക് ദോഷമൊന്നുമല്ല. കാരണം ഇതിലേറെ ട്രോൾ ചെയ്യപ്പെട്ട ഒരാളായിരുന്നു സുരേഷ് ഗോപി. അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയെയും വലതുപക്ഷ മുന്നണിയെയും UDF-നെയും LDF-നെയും ഒരുപോലെ ബൈപ്പാസ് ചെയ്ത് തൃശ്ശൂരിൽ ജയിച്ചു പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുക്കപ്പെട്ട ആ ദിവസം മറ്റൊരു ചാനലിൽ നടന്ന ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇദ്ദേഹത്തിന്റെ ഒരു പക്ഷത്ത് വളരെ സുശക്തമായിട്ടുള്ള RSSന്റെ ഒരു മെഷീനറിയും മറ്റൊരു പക്ഷത്ത് അദ്ദേഹം എന്നും കൂടെ കൊണ്ടു നടക്കുന്ന പോലുള്ള വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി, കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ടീമും ഉണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ പേടിക്കണമെന്നുള്ളത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത്തരം സ്ട്രാറ്റജികൾ പോലും ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്താൽ അത് നടപ്പിലാക്കാൻ പോലുള്ള ഒരു സാമർഥ്യം ഇയാൾക്കില്ല, ഒരു പരിചയമില്ല. അദ്ദേഹത്തിനുള്ള പരിചയം വേറെ എന്തൊക്കെയാണ്. അതായത് ഡേ ടു ഡേ പൊളിറ്റിക്സ്, പാർലമെന്ററി പൊളിറ്റിക്സ് എന്നുള്ളത് ഇറ്റ്സ് എ ഡിഫറെന്റ് ഗെയിം ഓൾ ടുഗെദർ. അത് ചാനലിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന പോലെയുള്ള ഒരു കാര്യമല്ല, അത് പുസ്തകം എഴുതുന്ന പോലെയുള്ള ഒരു കാര്യമല്ല, വേറൊരു കാര്യമാണ്. അങ്ങനെ ഒരു പരിചയമില്ലാത്ത ഒരാളെയാണ് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് BJPയുടെ അധ്യക്ഷ സ്ഥാനത്ത് വെക്കുന്നത്. ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് സംഘപരിവാർ രാഷ്ട്രീയം ഫേസ് ചെയ്യുന്ന കേരളം പോലുള്ള ഒരു സ്ഥലത്ത് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാളെ അപ്പോയിന്റ് ചെയ്തിട്ട് BJP ചെയ്യാൻ വിചാരിക്കുന്ന കാര്യം നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലാവാൻ പറ്റിയ ഒരവസരമാണിത്. പക്ഷെ അത് തിരുത്തണമെങ്കിൽ ഇനി കുറേ സമയമെടുക്കും. ആ അർത്ഥത്തിൽ നമുക്കൊരു ആശ്വാസമാണ്. പക്ഷെ ഇതൊരു ഗ്രാൻഡ് പ്ലോട്ട് ആയിരുന്നുവെങ്കിൽ ഇടതുപക്ഷത്തിനാണ്, കേരളത്തിന് തന്നെയാണ് നഷ്ടം. ഷിജു ഖാൻ പറഞ്ഞ പോലെ സത്യത്തിൽ കേരളത്തിന്റെ ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് എന്നുള്ള കാര്യം ചർച്ച ചെയ്യാതെ പ്രധാനമന്ത്രി തന്ന സംഭാവനകളെ പറ്റി, സാമ്പത്തിക ഇടപെടലുകളെ പറ്റി പറഞ്ഞില്ല എന്നുള്ള കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ട ഇടത്താണ് നമ്മൾ രാജീവ് ചന്ദ്രശേഖർ മുണ്ടുടുത്തിരുന്നുവോ മടിക്ക് കുത്തിയിരുന്നോ തെറി പറഞ്ഞിരുന്നോ എന്നുള്ള കോമഡി സാധനങ്ങളിലേക്ക് പോകുന്നത്. അവർക്ക് എന്തായാലും നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇടതുപക്ഷത്തിന്, കേരളത്തിന്റെ കൂടെയുള്ള ആളുകളോട് പറയാനുള്ള വേറെ കുറെ കാര്യങ്ങളുണ്ട്. അത് പറയാനുള്ള ഇടമാണ് ഈ അപഹരിച്ചു കൊണ്ടുപോകുന്നത്. അത്തരം ഒരു കൃത്യമായ പ്ലാൻഡ് ഭാഷ തന്നെയാണ് എൻ്റെ സുഹൃത്ത് ഷാബു പ്രസാദ് ഇവിടെ പറയുന്നതും. അതെ, ഞങ്ങളുടെ സൗകര്യമാണ്, ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും, നിങ്ങൾക്ക് എന്താ, നിങ്ങൾ കൂട്ടിക്കോളൂ. നോക്കൂ, ഇതിനെ ചൊല്ലി ഒരു കലഹമുണ്ടാക്കുക, ശണ്ഠയുണ്ടാക്കുക, എന്നിട്ട് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന്, യഥാർത്ഥ നേട്ടത്തിൽ നിന്ന് നോട്ടം തിരിക്കുക എന്നുള്ളൊരു അജണ്ട ഇതിന്റെ പിന്നിലുണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ ട്രോൾ ചർച്ച നിരുത്സാഹപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പേരിനോട് എനിക്ക് കൃത്യമായ വിയോജിപ്പുണ്ട്. കുമ്മനടി എന്ന് പറയുന്നത് പോലെയുള്ള കാരണം അദ്ദേഹത്തിന്റെ പേര് രാജീവ് എന്നാണ്, ചന്ദ്രശേഖർ എന്നുള്ള അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരാണ്.
ഇപ്പൊ പിതാവിന്റെ പേര് പേരിന്റെ കൂടെ കൊണ്ടു നടക്കുമ്പോൾ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. എങ്കിൽ പോലും നമ്മളത് ആവർത്തിച്ച് പറയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം മറ്റുള്ളവർ അങ്ങനെ പറയുന്നുണ്ടാവാം, പക്ഷെ നമ്മൾ അത്തരം യൂസേജസ് എടുക്കുന്നതിൽ ഇപ്പൊ നിങ്ങൾ കോട്ടിലാണ് കൊടുത്തിരിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ പറയുന്നതാണ് എങ്കിൽ പോലും ചന്ദ്രൻ എന്നുള്ള പേര്, രാജീവ് എന്ന് പറഞ്ഞ ആൾ ചെയ്ത അബദ്ധത്തിന് രാജീവിനെയാണ് കളിയാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ മറ്റു ആളുകൾ മറ്റു പേരുകൾ കളിയാക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ചെയ്തു കൂട്ടിയ കോമാളിത്തരം എന്നുള്ളത്, അത് അർഹിക്കുന്ന തമാശ, അത് അർഹിക്കുന്ന ട്രോൾ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. യെസ്, ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞ ആ കാര്യത്തോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇത് സമൂഹ മാധ്യമങ്ങളിലെ പ്രയോഗം നമ്മളെടുത്ത് നോക്കുകയാണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് മാത്രം, അല്ലാതെ ഈ പ്രയോഗം നമ്മൾ നൽകുന്നതല്ല എന്ന്. പക്ഷേ ദൗർഭാഗ്യമാണ്, ഇത് ആളുകൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതൊരു കോമൺ പാർലറിലൊക്കെ അത് വരികയും ചെയ്യുമ്പോൾ അത് സാധാരണ യൂസേജായി മാറുന്നതാണ് നേരത്തെ കുമ്മനടിയിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ വരാം. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് വരാം. താങ്കൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഇല്ല, എനിക്ക് ഇപ്പം ടോട്ടലി ഷിജു ഖാൻ്റെ ഇവിടെ അലറിക്കൊണ്ടുള്ള ഒരു കരച്ചിലും ഈ പ്രേംകുമാറിൻ്റെ ഈ പ്രതികരണവും ഈ കൈരളി ചാനലിൻ്റെ ആ ഒരു പ്രതികരണം എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇനി മറ്റൊരു ട്രോളാണ് ഓർമ്മ വരുന്നത്. ഈ ഒരു സിനിമ പറഞ്ഞില്ലേ, ഇവരുടെ കരച്ചിൽ കേൾക്കാൻ എന്തൊരു സുഖമാണ്. അതായത് ഇവിടെ പ്രധാനമന്ത്രി ഇവിടെ ഷിജു ഖാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര 5 പൈസ മുടക്കിയിട്ടില്ല, കേരളത്തിന് അതായത് കേന്ദ്രത്തിന് യാതൊരു റോളുമില്ല. പിന്നെ എന്തിനാണ് ഷിജു ഖാനെ ഈ പ്രധാനമന്ത്രിയെ ഇങ്ങോട്ട് നിങ്ങൾ വിളിച്ചത്? പ്രധാനമന്ത്രിയെ വിളിച്ചത് നിങ്ങൾക്ക് ഇവിടെ നടത്താവുന്ന കാര്യമേ ഉള്ളൂ. അമ്മായിയപ്പനും മരുമോനും മോളും കൊച്ചുമക്കളും ഒക്കെ ചെയ്യേണ്ട കാര്യമല്ലേ ഉണ്ടായിരുന്നു. ഷാബു പ്രസാദ്, അതവിടെ ഷിജു ഖാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും താങ്കൾക്ക് അല്ല അതങ്ങനെ അല്ല കണക്ക് ഇങ്ങനെയാണെന്ന് പറയാനുണ്ടെങ്കിൽ താങ്കൾക്ക് അത് പറയാം. അല്ല, എനിക്കതിൻ്റെ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കണക്കുകളോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ആ കാര്യം ഒന്നാമത്തെ കാര്യം ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യം, 1 രൂപയുണ്ടോ മുടക്കിയതായി? കേന്ദ്ര സർക്കാർ 1 രൂപയെങ്കിലും മുടക്കിയോ? എൻ്റെ പേഴ്സണൽ ഫിനാൻസിൽ പോലും ഞാൻ വലിയൊരു പരാജയമാണ്. ഇന്നല്ലേ രാജ്യത്തിന്റെ നാട്ടിന്റെയും ഫിനാൻസ്, അത് വിട്. എന്നെ കൊണ്ട് എനിക്ക് സംശയം, ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞതുപോലെ താങ്കൾ മനഃപൂർവ്വം ഇതങ്ങനെ അഭിനയിച്ച് കാണിക്കാൻ, നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണിത്, നിങ്ങളുടെ ഒരു സ്ക്രിപ്റ്റഡ് പരിപാടിയാണിത്. ഇതിങ്ങനെ ആളുകളിലേക്ക് അവസരം ഒരുക്കിയത് നിങ്ങൾ തന്നെയല്ലേ? ഇതിനൊക്കെ അവസരം ഒരുക്കിയത് നിങ്ങൾ തന്നെയല്ലേ? പിന്നെ വേറൊന്ന്, ഇപ്പൊ കേരളം കടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയ കഥകളൊക്കെ ഇവിടെ എല്ലാവരും പറഞ്ഞു. ഞാനതിനിടയ്ക്ക് ഒരെണ്ണം കാണിച്ചിരുന്നു. അന്ന് പണ്ട് ഉമ്മൻചാണ്ടി ഈ കരാർ ഒപ്പിട്ടത് ശേഷം പിറ്റേ ദിവസം വന്ന ദേശാഭിമാനിയുടെ വാർത്തയാണ് ഇത്, കടൽ കൊള്ളാന്ന്. അല്ല, അതിൽ നിന്ന് CPM ഇപ്പോഴും പുറകോട്ട് പോയിട്ടില്ല. ഇപ്പോഴും പുറകോട്ട് പോയിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കരാറിനോട് ഇപ്പോഴും വിയോജിപ്പാണ് എന്നാണ്. എന്നിട്ട് ആ വലിയ കൊള്ളക്കാരനെ വിശേഷിപ്പിച്ചത് ഇന്നലെ പറഞ്ഞ അവർ ഡിയർ പാർട്ട്ണർ എന്നാണ്. ഇന്ന് വരെ ഏതെങ്കിലും ഒരു മുതലാളിയെ, ഒരു കോർപ്പറേറ്റ് മേധാവിയെ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ പാർട്ട്ണർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്? വിഴിഞ്ഞം തുറമുഖ പരിപാടിയിൽ അദാനി അല്ലേ പാർട്ട്ണർ? ആയിക്കോട്ടെ, ഞാൻ അതല്ല പറഞ്ഞത്. അത് അത്യന്തം അഭിമാനത്തോടു കൂടി എൻ്റെ പ്രിയ സഹോദരൻ എന്നൊക്കെ പറയുന്നത് മാതിരി, ശരി, ഈ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കിയ ഗൗതം അദാനിക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം എന്ന് പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അല്ല, ഈ പ്രോജക്റ്റിന്റെ പാർട്ട്ണർ ആയിട്ടുള്ള അദാനിക്ക് സ്വാഗതം എന്ന് പറയുമ്പോൾ അത് മറ്റൊരു അർത്ഥത്തിലാകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ അത് കാണുന്നത് കൊണ്ടല്ലേ? അയ്യോ ഇല്ലപ്പാ, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളൊക്കെ ചങ്ങായിമാരാണ്. ഞാനത് സമ്മതിച്ചു, ഞാനതങ്ങ് അംഗീകരിച്ചെന്നേ. നിങ്ങൾ തന്നെയല്ലേ അദ്ദേഹത്തിനെ വിളിച്ച് AKG സെന്റർ വലിയ സ്വീകരണമൊക്കെ കൊടുത്തത്. നടക്കട്ടെ, നല്ല കാര്യം. ഞാൻ അതിനെ അഭിനന്ദിക്കുകയാണ് ലാലേ ചെയ്തത്. അപ്പൊ അത്രേ ഉള്ളൂ. പക്ഷെ താങ്കൾ നേരത്തെ പ്രകീർത്തിച്ച ഉമ്മൻചാണ്ടിയുടെ കാലത്തെ അതേ കരാറല്ല എന്നുള്ളത് കൂടി താങ്കൾ എടുത്തു പറയണ്ടേ? ഞാൻ പ്രകീർത്തിച്ചോ എന്നുള്ളതൊന്നുമല്ല. ഇവിടെ ഇതിനു മുമ്പിരുന്ന ധാരാളം ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിൻ്റെതായ വളരെ വലിയ പങ്ക് ഇതിന് വഹിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയം മാറ്റി നിർത്തിക്കൊണ്ട് അംഗീകരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനത് 100% അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതിനിപ്പം എന്തു തന്നെയായാലും ഇനി അത് വിട്. അതാ പറഞ്ഞത്, അതിൻ്റെ അകത്തും രാഷ്ട്രീയമുണ്ട്. അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടാത്തതിൻ്റെ അകത്തും രാഷ്ട്രീയമുണ്ട്.
എല്ലാത്തിന്റെ അകത്തും അല്ല, ഇവിടെ അക്കാര്യമെങ്കിലും രാഷ്ട്രീയമുണ്ട്. പ്രധാനമന്ത്രിക്കോ അതല്ലെങ്കിൽ മറ്റു കേന്ദ്രമന്ത്രിമാർ അവിടെ ഉണ്ടായിരുന്നു അവർക്കോ പറയാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പടം വെക്കുന്ന കൂട്ടത്തിൽ പിണറായി വിജയന്റെ പടം നിങ്ങൾ വെച്ചില്ല, ഉമ്മൻചാണ്ടിയുടെ പടം നിങ്ങൾക്ക് വെക്കാമല്ലോ. നിങ്ങൾക്ക് അതും കൂടെ അതും സാധിക്കുന്നതാണല്ലോ. നേരത്തെ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞതുപോലെ കോടതിയിൽ പോകാൻ പറ്റില്ല നിങ്ങൾ എന്ത് ചെയ്താലും. പടം വെക്കാനാണെങ്കിൽ എത്രയോ പേരുടെ പണം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വിടുക, അത്രയേ ഉള്ളൂ. ആ പോട്ടെ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ അകത്ത് ശരിയും തെറ്റുകളും ഒക്കെ ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത് എല്ലാ രാഷ്ട്രീയത്തിനും ഉപരിയായിട്ടുള്ള വലിയ സംഭവമാണ്. ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നതിൻ്റെ അകത്തെ പൊള്ളത്തരം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് അടിമുടി രാഷ്ട്രീയം തന്നെയാണ് ഉള്ളത്. അത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ പരാമർശിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഡോക്ടർ ഷിജു ഖാൻ പറഞ്ഞ കണക്കുകളിലേക്ക് വന്നാൽ 8,000 ചില്ലറ കോടി രൂപയാണ് ഇതിനകത്ത് ഇപ്പോൾ മുടക്കിയിട്ടുള്ളത്. അതിൽ 5,595 കോടിയോളം മുടക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇവിടെ 2,453 അദാനിയുടെ ഭാഗത്തു നിന്നുള്ളത്. 817 VGF ആയിട്ട് അത് തിരിച്ചു കൊടുക്കേണ്ട ലോണായിട്ടാണ്, VGF ലോണായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു രൂപ പോലും കേന്ദ്രത്തിൻ്റേത് ഇതിനകത്ത് ഇല്ലല്ലോ എന്നൊരു കുറ്റബോധം മനസ്സിലുള്ളത് കൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ അവിടെ കൊണ്ടിരുത്തി ഒരു താങ്കൾ പറഞ്ഞതുപോലെ കൃത്യമായ രാഷ്ട്രീയം അവിടെ കളിക്കുക എന്നുള്ളതാണ് ആലോചിച്ചത്. അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ദൗർബല്യം കാരണം അദ്ദേഹത്തിന് അത് കൃത്യമായി അഭിനയിച്ച് ഫലിപ്പിക്കാനാകാത്തത് കൊണ്ട് പരാജയപ്പെട്ടു എന്നാണ് ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞത്. എൻ്റെ അഭിപ്രായമല്ല. അതെ, അല്ല, ശരി, പ്രേംകുമാർ പറഞ്ഞു, ശരി തന്നെ, ഞാൻ അംഗീകരിക്കുന്നു. ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കൊണ്ട് ആകെ അറിയാവുന്ന പണി ഈ ട്രോളുക എന്നുള്ളതും ഇതേപോലെ പരിഹസിക്കുക എന്നുള്ളതുമാണ്. സത്യത്തിൽ ഈ ചാനലിന്റെയൊക്കെ ഏറ്റവും വിലയേറിയ ഈ സമയം നിങ്ങൾ ചെലവഴിക്കുന്നത് ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞതിനോട് താങ്കൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മറുപടി കൊടുക്കൂ. അത് തന്നെ ഞാൻ പറഞ്ഞു. പ്രേംകുമാർ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ലാലൊന്ന് അവിടെ അടങ്ങിയിരിക്കുക. പ്രേംകുമാർ എന്താ പറഞ്ഞത്? ഇന്നിവിടെ ചർച്ച ചെയ്യേണ്ടിയിരുന്ന വിഷയം ഇതായിരുന്നില്ല എന്നല്ലേ? അതായത് ഈ ചാനലിന്റെ വിലയേറിയ ഈ സമയം നിങ്ങൾ ചെലവഴിക്കുന്നത് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ എതിരാളിയുടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെതിരെയുള്ള ട്രോളാണ്. ഇവിടുത്തെ ഈ 1 മണിക്കൂർ നിങ്ങൾ ചെലവാക്കുന്നത്. അത് ട്രോളല്ല, നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു അജണ്ടയാണെന്നാണ് ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞത്. അപ്പൊ ആ അജണ്ടയിൽ നിങ്ങൾ കൃത്യമായി ചെന്ന് വീണു. അല്ല, അത് ഞങ്ങളുടെ കുഴപ്പം. പക്ഷേ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞത് ഇത് അജണ്ടയാണെന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്നോ? അല്ല, ഒരു കാര്യമുണ്ട്, രാഷ്ട്രീയക്കാരന് രാഷ്ട്രീയ അജണ്ട ഉണ്ടാവും. രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഉണ്ടാകും. അല്ലാതെ നിങ്ങൾക്ക് അജണ്ട ഒന്നുമില്ലല്ലോ. അല്ല, അതിനൊരു കാരണമുണ്ട്. ഇങ്ങനൊരു അജണ്ട നിങ്ങൾക്ക് കളിക്കാൻ ഒരു കാരണമുണ്ടല്ലോ. അത് നേരത്തെ ഡോക്ടർ ഷിജു ഖാൻ പറഞ്ഞത് പണം നിങ്ങൾ മുടക്കാത്ത ജാള്യതയാണ് എന്നാണ്. പണം മുടക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ഇവിടെ നടക്കുന്ന ഫംഗ്ഷനാണത്. സംസ്ഥാന ഗവൺമെന്റ് അതിനെ രാഷ്ട്രീയമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ രാഷ്ട്രീയമായി തന്നെ അതിനെ നേരിടാനുള്ള അവകാശം ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. BJP കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. അവർ ആ പ്രിവിലേജ് ഉപയോഗിക്കും. പ്രധാനമന്ത്രി BJP നേതാവാണ്. അല്ല, എന്നിട്ട് ആ പ്രിവിലേജ് ഉപയോഗിച്ചപ്പോ ഈ പണം മുഴുവൻ മുടക്കിയ സംസ്ഥാനത്തിന്റെ അടുത്തേക്കെങ്കിലും എത്താനായോ? ജനങ്ങളുടെ ഇടയിലേക്ക് ആ പ്രതീതി ഉണ്ടാക്കാൻ നിങ്ങളുടെ ഈ അജണ്ട കൊണ്ട് സാധിച്ചോ? അതുമില്ലല്ലോ. അല്ല, അതിനെയും നമുക്ക് വരുംകാലം റിസൾട്ടുകളൊക്കെ നമുക്ക് കാണാം. ഇതേപോലെ തന്നെ ആയിരുന്നല്ലോ നിങ്ങൾ സുരേഷ് ഗോപിയെ പറ്റിയും പറഞ്ഞുകൊണ്ടിരുന്നത്. പൂരം മടക്കി, പിന്നെന്താ കിരീടം തട്ടിയിട്ടു, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ട്രോളുകളുടെ പെരുമഴയായിരുന്നല്ലോ കഴിഞ്ഞ കുറെ കാലമായിട്ട്. എന്താണ്, പബ്ലിക്കായിട്ട് ഒരു സ്ത്രീയെ കടന്നു പിടിച്ച് ബലാത്സംഗത്തിന് ശ്രമിച്ചു, സ്ത്രീ പീഡകൻ. ആ മനുഷ്യനെതിരെ നിങ്ങളെ പോലുള്ളവർ ഇറക്കിയ ട്രോളുകൾക്കും അപഹസിക്കലുകൾക്കും വല്ല കയ്യും കണക്കുമുണ്ടോ? ഇല്ല. അപ്പൊ അത് നിങ്ങളൊരു തന്ത്രമായി ഉപയോഗിച്ചു. കൊള്ളാം. സുരേഷ് ഗോപി കുറെ ട്രോളുകളിലൂടെ തൃശ്ശൂർ പിടിച്ചല്ലോ. അപ്പൊ പിന്നെ അങ്ങനെയാണെങ്കിൽ ഇതങ്ങ് ഉപയോഗിക്കാം, തിരുവനന്തപുരത്ത് നോക്കാം. അതാണ് വിഴിഞ്ഞത്ത് നിങ്ങൾ ഫൈറ്റ് ചെയ്തത്. ഇതല്ലേ ഇപ്പൊ മനസ്സിലാവുന്നത്? സുരേഷ് ഗോപിയെ പോപ്പുലർ ആക്കുന്നതിൽ നിങ്ങളെ പോലുള്ളവരുടെ ട്രോളുകൾക്ക് വലിയ പങ്കുണ്ട്. അത് വലിയ സാധ്യതയുണ്ട്. BJP അത് ഉപയോഗിച്ചെന്ന് വരും. BJP നിങ്ങൾ എത്രത്തോളം ട്രോളുന്നോ, നിങ്ങൾ എത്രത്തോളം കല്ലെറിയുന്നോ, അത്രത്തോളം രാജീവ് ചന്ദ്രശേഖരന്റെ റീച്ച് കൂടുകയുള്ളൂ. ശരി.
ഇനിയും വരും ദിനങ്ങളിൽ ആയിക്കോട്ടെ, തെളിയിക്കാൻ രാജീവ് പോവുകയാണ്. ചന്ദ്രശേഖരനെ കുറിച്ച് അല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യങ്ങളും ചർച്ചകളും ഒക്കെ. ഞാൻ താങ്കളിലേക്ക്. ഡോക്ടർ ഷിജു ഖാൻ, നോക്കൂ, ഇതിപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കുണ്ടായ ഗുണം ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ ഇതുപോലെയുള്ള അജണ്ടകൾ നടപ്പിലാക്കിയാൽ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് അത്തരം ഒരു പരിപാടിയിലേക്ക് പോയതാണ് ഈ കണ്ട കാഴ്ചകൾ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞു വെക്കുന്ന വിഴിഞ്ഞത്തിൻ്റെ ചരിത്രമോ അല്ലെങ്കിൽ ഈ കണക്കുകളോ ഒന്നും അത്ര ചർച്ച ചെയ്യപ്പെടാതെ പോകും എന്നൊരു പ്രതീക്ഷയാണ് ഷാബു പ്രസാദ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ച് ഈ വിഷയത്തിലേക്ക് തന്നെ വരാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഷാബു പ്രസാദ് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫിനാൻഷ്യൽ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ചെലവിനെ സംബന്ധിച്ചും ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് എത്ര പണം മുടക്കി എന്നതിനെ സംബന്ധിച്ചും ഒന്നും അദ്ദേഹം പറയാൻ അദ്ദേഹത്തിന് പിന്നെ സാധിക്കുകയില്ല. പറയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുതൽ ശ്രീ ഷാബു പ്രസാദ് വരെയുള്ളവർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അത് പേഴ്സണൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമല്ല. പറയാൻ രാജ്യം ഭരിക്കുന്ന BJPയുടെ ഗവൺമെൻറ് ഒരു രൂപയും ഇതിന് മുടക്കിയിട്ടില്ല. അതുകൊണ്ടാണ് പറയാൻ സാധിക്കാത്തത്. ഒരു രൂപ മുടക്കിയെങ്കിൽ അത് എണ്ണി തിട്ടപ്പെടുത്തി പറയുമായിരുന്നു. പ്രധാനമന്ത്രി മുതൽ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ വരെ പറയുമായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചു, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നു, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ പ്രധാനമന്ത്രിയുടെ സചിത്രം, പിന്നെ പ്രധാനമന്ത്രിയുടെ ചിത്രവും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള മാറ്ററുമാണ് അതിൽ വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മുൻകൈയിൽ സ്ഥാപിതമാകുന്നതാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് മാത്രമല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥത എന്നത് മാത്രമല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇതിൻ്റെ മേജർ ഷെയർ വഹിക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ചിത്രമോ അല്ലെങ്കിൽ കേരളത്തിലെ പിന്നെ തുറമുഖ വകുപ്പ് മന്ത്രിയുടെ ചിത്രമോ ചേർക്കണം എന്ന് ഒരാൾ പറഞ്ഞാൽ അത് സെൻട്രൽ ഗവൺമെൻറ്റിനോടുള്ള റിക്വസ്റ്റ് അല്ല, അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റൈറ്റാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരു പരിപാടി നടക്കുന്നു, അപ്പോൾ പ്രധാനമന്ത്രിയുടെ ചിത്രം ചേർത്ത് ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നു, അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളവരുടെ ചിത്രം കൂടി അങ്ങ് ചേർത്തൂടെ എന്ന് ചോദിക്കുന്ന ലാഘവത്വമല്ല അതിനുള്ളത്. ഞങ്ങളുടെ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പണം മേജർ ഷെയറാണ് ഇതിൻ്റെ പിന്നെ നിർമ്മാണത്തിൽ, ഇതിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ, അതിൻ്റെ ഉടമസ്ഥതയിൽ. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മുൻകൈയിൽ ഇത്ര ബൃഹത്തായ ഒരു പദ്ധതി വേറെ എവിടെ ഇന്ത്യയിൽ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ തീരൂ. പിന്നെ BJPയുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റിൻ്റെ സ്റ്റേജിലിരുന്ന കാര്യം അത് ചർച്ച ചെയ്യണോ വേണ്ടയോ എന്നുള്ള ക്വസ്റ്റ്യനുണ്ട്. അപ്പോൾ ശ്രീ പ്രേംകുമാർ പറഞ്ഞു, നമ്മുടെ ഈ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കേണ്ട ഒരു സമയത്ത് BJPയുടെ ഒരു അജണ്ടയല്ലേ ഇത് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം വരികയുണ്ടായി. കേരളീയ സമൂഹത്തിൻ്റെ സവിശേഷത എന്താണ്? കേരളീയ സമൂഹത്തിൻ്റെ സവിശേഷത ഒന്നും വിടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെയൊന്നും പിന്നെ ഏതെങ്കിലും ഒരു അനീതി കണ്ടാൽ അതങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നവരല്ല. സ്റ്റേറ്റിൻ്റെ ഒരു ഗവൺമെൻറ് പിന്നെ മിനിസ്റ്റർ തന്നെ, ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെ ആ മൊമെൻറ്റിൽ പ്രതികരിച്ചല്ലോ മീഡിയയോട്. ഇവിടെ സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി അടക്കം സദസ്സിലിരിക്കുമ്പോൾ BJPയുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന ഒറ്റ കാരണം കൊണ്ട് സ്റ്റേജിലിരിക്കുന്നു. ഇത് നമ്മൾ ചർച്ച ചെയ്താലും ഇല്ലെങ്കിലും, ഇന്നത്തെ 1 മണിക്കൂർ കൈരളി ചാനൽ ചർച്ചക്കെടുത്താലും ഇല്ലെങ്കിലും കേരളീയ സമൂഹത്തിൻ്റെ മുന്നിൽ ഈ വിഷയം നിൽക്കും. കേരളീയ സമൂഹം ഇതിനെ ചോദ്യം ചെയ്യും. കേരളത്തിലെ സോഷ്യൽ മീഡിയ, ഇന്നിപ്പോൾ ഒരു ചാനലും ഇതെടുത്തില്ലെങ്കിലും കേരളത്തിലെ സോഷ്യൽ മീഡിയയും കേരളത്തിലെ പൊതുസമൂഹവും കേരളത്തിലെ പൗരസഞ്ചയവും ഇതിനെ ചോദ്യം ചെയ്തിരിക്കും. അതുകൊണ്ടാണ് കേരളീയ സമൂഹത്തിൻ്റെ സവിശേഷത. നവോത്ഥാന കാലം മുതൽ ആരംഭിച്ചൊരു സവിശേഷതയുണ്ട്. ഒരാളുടെ മുന്നിലും നിസ്സംഗമായിട്ടല്ല നമ്മൾ പ്രതികരിക്കുന്നത്, നമ്മളതിനെ ചോദ്യം ചെയ്ത് തന്നെ പോകും. അതോടൊപ്പം നമ്മൾ സൂചിപ്പിക്കുന്ന കാര്യം, ഇവിടെ കേരള ഗവൺമെൻറ്റിൻ്റെ വലിയ ഇടപെടലും അതിൻ്റെ ഭാഗം ഇപ്പോൾ 96-ലെ VK നയനാറുടെ ഗവൺമെൻറ്റിൻ്റെ കാലം മുതൽ ഇതിൻ്റെ ചുവടുകൾ ആരംഭിക്കുകയാണ്. ഇവിടെ ചർച്ച BJPക്കാരടക്കം ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഇതെല്ലാം നടപ്പിലാക്കപ്പെട്ടതെന്ന വ്യാജ പ്രചരണം അഴിച്ചുവിടുകയാണ്. BJPയും കോൺഗ്രസും അഴിച്ചുവിടുകയാണ്. 96-ലെ
കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവ് മറക്കാൻ പറ്റുമോ? പിന്നീട് പല കാലങ്ങളിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്, VS നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്, അവിടെ തന്നെ ഈ തുറമുഖ വകുപ്പ് അടക്കം കൈകാര്യം ചെയ്ത മന്ത്രിമാർ, തിരുവനന്തപുരത്തുകാരനായ സഖാവ് M. വിജയകുമാർ അടക്കമുള്ളവരുടെ ഇക്കാര്യത്തിലെ പങ്ക് വിസ്മരിക്കാൻ സാധിക്കുമോ? ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഭരണരംഗത്ത് 2016 അധികാരത്തിൽ വന്ന് 9 വർഷം പൂർത്തിയാകുന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവിനോടൊപ്പം ഈ പദ്ധതി അട്ടിമറിക്കാൻ പല കാലങ്ങളിൽ പല ലോബികൾ ഇടപെട്ടപ്പോൾ CPIM-ഉം LDF-ഉം DYFI-യും അടക്കം നടത്തിയ ഈ തിരുവനന്തപുരത്തെ നിവാസികൾക്കറിയാം, ഈ പദ്ധതിക്ക് വേണ്ടി നടത്തിയ നിരന്തരമായ സമരങ്ങളുണ്ട്. ഞങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ നടത്തുന്ന ഭരണപരമായ വികസനപരമായ പ്രവർത്തനം മാത്രമല്ല, ഈ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ച കാലത്ത് അന്നൊന്നും ഈ രാജീവ് ചന്ദ്രശേഖരൊന്നും വിടില്ല. ഈ വിഴിഞ്ഞം പദ്ധതിയെ യഥാർത്ഥത്തിൽ അദ്ദേഹം ആദ്യമായിട്ടായിരിക്കണം അവിടെ പോകുന്നത്. വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി 10 പൈസയുടെ സംഭാവന നൽകാൻ ഈ കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചോ? ഞാൻ ഒരു കാര്യം കൂടി പറയാം. ശ്രീ അടൽ ബിഹാരി വാജ്പേയി അടക്കം ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആയിട്ടുണ്ടല്ലോ. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്തും കേരളത്തിൽ ഇപ്രകാരമുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ അന്ന് BJPയുടെ നേതാക്കന്മാർ CKP പത്മനാഭനാകട്ടെ, അതോടൊപ്പം ശ്രീധരൻപിള്ളയാകട്ടെ, അന്ന് ഒട്ടേറെ നേതാക്കന്മാർ കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ ഈ അല്പത്തരം കാണിച്ച് വേദിയിലേക്ക് കയറി ഇരുന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ PMO ഓഫീസ് അന്നും ഉണ്ടല്ലോ. 2014 ശ്രീ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി ആയതിനു ശേഷമാണോ PMO ഓഫീസ് എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടായത്? അതിനു മുമ്പുണ്ട്. ശ്രീ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്തുമുണ്ട്. എന്തുകൊണ്ട് അന്നൊന്നും ഈ നിലപാടുകൾ സ്വീകരിച്ചില്ല? 2017 മെട്രോയുടെ ഉദ്ഘാടനം അടക്കം എറണാകുളത്ത് നടക്കുമ്പോൾ BJPയുടെ നേതാവിനെ അടുത്തിരുത്തി കൊണ്ടുപോവുകയാണ്. ഇതൊന്നും ശരിയായ ഉചിതമായ നടപടികളല്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, കേരള ഗവൺമെൻറ്റിൻ്റെ, ഞാനിത് ഇന്നത്തെ 2025 മെയ് 3 ശനിയാഴ്ചത്തെ മനോരമ പത്രം, ദേശാഭിമാനി പത്രമല്ല, മനോരമ പത്രം, ആ മനോരമ പത്രത്തിന് പോലും വിസ്മരിക്കാനോ എഴുതാതിരിക്കാനോ സാധ്യമല്ല. വ്യക്തമായ കണക്കുകളാണ്. ഷാബു പ്രസാദെ, അങ്ങക്ക് കണക്കുകൾ ഓർമ്മിക്കുന്നില്ല എന്നല്ല, അങ്ങക്ക് പറയാൻ കണക്കില്ല, ഞങ്ങൾക്ക് പറയാൻ കണക്കുണ്ട്. അത് ഈ കേരളത്തിലെ എല്ലാ പാർട്ടികളിലും പെട്ട, എല്ലാ ജാതിമത വിഭാഗങ്ങളിലും പെട്ട ഒരു ജനത ഈ കേരള ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവിനെ അംഗീകരിക്കും. കേരള ഗവൺമെൻറ്റിൻ്റെ വലിയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഈ പോർട്ട് വന്നത്. ഇത് രാജ്യത്തിന് മാതൃകയാണ്. പിന്നെ പ്രധാനമന്ത്രി എന്തിനു വിളിച്ചു എന്ന് ചോദിച്ചാൽ, അതൊക്കെയല്ലേ ജനാധിപത്യത്തിൻ്റെ മര്യാദ ഷാബു പ്രസാദേ? അതല്ലേ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം? അതല്ലേ അതിശക്തമായ രാഷ്ട്രീയ വിമർശനം ഞങ്ങൾ ഉന്നയിക്കുമ്പോഴും 10 പൈസ കേരളത്തിന് തരുന്നില്ല, വിഴിഞ്ഞം പദ്ധതിക്ക് തരുന്നില്ല എന്ന രാഷ്ട്രീയ വിമർശനം ഞങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്നത് ജനാധിപത്യത്തിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഇത്തരം ചടങ്ങുകളിലേക്ക് വിളിക്കുന്നതിൻ്റെ ആദിത്യ മര്യാദയാണ്. ശരി, ഡോക്ടർ പ്രേംകുമാർ, എനിക്കൊരു 2 മിനിറ്റിൽ ഒരു ഇടവേളയിലേക്ക് പോകണം. പക്ഷേ താങ്കളുടെ ഈ അഭിപ്രായം എടുത്തിട്ട് ഞാൻ പോകാം. ഇപ്പോൾ നമ്മൾ സാധാരണ ഇത്തരം അജണ്ടകളിൽ വീണു പോകുന്നതാണ്. അത്തരം അജണ്ടകളിൽ വീണു പോയി ചന്ദ്രനടിയിൽ മാത്രം നിൽക്കേണ്ടതാണ്. ആ ഒരു ഫ്രേസിൻ്റെ ഉപയോഗത്തിൽ മാത്രം നമ്മൾ അത് പറഞ്ഞു പോകുന്നു. ഷിജു ഖാൻ പറഞ്ഞതുപോലെ തന്നെ ആ കാര്യങ്ങളിൽ ചില പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന ജനതയാണ് നമ്മുടേത്. അത് പറഞ്ഞു പോകുമ്പോൾ തന്നെ ഗൗരവമായി കാര്യങ്ങൾ പറയുന്നുണ്ട്, മറുപടികൾ കിട്ടുന്നില്ല. അല്ല ലാൽ, ഞാനത് സ്വയം പരമായിട്ട് പറഞ്ഞതാണ്. അത് വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടനം എന്നുള്ളത് കേരളത്തിന്റെ വികസനത്തിന് എത്ര സഹായകമാണ് എന്ന് ഫേസ്ബുക്കിൽ എഴുതേണ്ടിയിരുന്ന ഞാൻ 2 പോസ്റ്റുകളാണ് ഇട്ടുള്ളത്. ഒന്ന് രാജീവ് ചന്ദ്രശേഖരനെ പറ്റിയിട്ടും ഒന്ന് ട്രാൻസ്ലേറ്ററെ പറ്റിയിട്ടും. ഇത് നമ്മൾ അറിയാതെ ഇവരുടെ ഒരു കെണിയാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ അവിടെ കാണിച്ച അല്പത്തരത്തിനും കോമാളിത്തരത്തിനും കേരളത്തിന് കൊടുക്കാവുന്ന ഏറ്റവും തീക്ഷ്ണമായ മറുപടി അവിടെ വെച്ച് തന്നെ ലൈവായിട്ട് മുഹമ്മദ് റിയാസ്, ഞാൻ പറയും പഴയ SFI-കാരനായ മുഹമ്മദ് റിയാസ്, മന്ത്രിയായ മുഹമ്മദ് റിയാസ് അല്ല, പണ്ട് ചാനൽ ചർച്ചയിലൊക്കെ വരുമ്പം കാണിക്കുന്ന ആ ഒരു ഷാർപ്നെസ്സോടെ, നോക്കൂ നിങ്ങൾ ക്യാമറ അങ്ങോട്ട് തിരിക്കൂ, ഒരാൾ അവിടെ വന്ന് ഇരുന്ന് ചെയ്യുന്നത് കണ്ടില്ലേ, എന്തൊരു കഷ്ടമാണിത് എന്നുള്ളത് പോലെ കാണിച്ചുകൊണ്ട് അവിടെ വെച്ച് തന്നെ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, 6 അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുകൂടെ പറഞ്ഞാലാണ് ഇതിന്റെ കൂടെയുള്ള മറ്റു കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. മറ്റു കാര്യങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് ഇതിനുള്ള ഇൻവോൾവ്മെന്റ് ഇല്ലായ്മയുടെ എവിടുന്നോ ഉള്ള നേതാക്കന്മാരെ, വളരെ അപ്പൊളിറ്റിക്കൽ ആയിട്ടുള്ള നേതാക്കന്മാരെ കെട്ടിയിറക്കിയിട്ട് കേരളത്തിലെ അടക്കം പൊളിറ്റിക്സ്, ആദ്യം
അതിനെ അപ്പൊളിറ്റിക്കൽ ആക്കിയതിനു ശേഷം കമ്മ്യൂണൽ പൊളിറ്റിക്സ് ആക്കിയതിനു ശേഷം തങ്ങളുടേതാക്കാനുള്ള BJPയുടെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതിലേക്കാണ് ഈ ചർച്ചയും പോവേണ്ടത്. അതിലേക്ക് പോവാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ചർച്ച. പക്ഷേ ഇത് ഈ കുമ്മനടി പോലുള്ള സാധനങ്ങളിൽ നിന്ന് പോയാൽ, ട്രോളുകളിലായിട്ട് നിന്ന് പോയാൽ, നമ്മൾ അറിയാതെ BJP സെറ്റ് ചെയ്ത ആ ട്യൂണിനനുസരിച്ച് ഡാൻസ് ചെയ്യുക എന്നുള്ളതായി പോവും. ഡോക്ടർ ഷിജു ഖാൻ പറഞ്ഞത് ശരിയാണ്. നമുക്ക് മലയാളികൾക്ക് ആർക്കും ഒരു വളരെ ചെറിയ കാര്യം പോലും, വളരെ 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 ചെറുതെന്ന് തോന്നുന്ന കാര്യം പോലും വെറുതെ വിട്ട് കളയുന്ന സ്വഭാവമുള്ള ആൾക്കാരല്ല നമ്മൾ. വി ആർ ടു പൊളിറ്റിക്കൽ, വളരെ സൂക്ഷ്മമായ കാര്യങ്ങളിൽ പോലും. പക്ഷേ ഇതിനിടയിൽ കൂടെ, നമ്മുടെ ഈ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്സിനിടയിലൂടെ ഇവരുടെ അതിസമർത്ഥമായ അജണ്ടകൾ കയറുന്നുണ്ടോ എന്നുള്ള കാര്യത്തെ പറ്റി കൂടെ നമ്മൾ അലേർട്ട് ആവേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് പറഞ്ഞതും വളരെ സ്വയം വിമർശനപരമായിട്ട്, ഞാനും കൂടി ഉൾപ്പെട്ട ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. സുരേഷ് ഗോപിയെ നന്നായിട്ട് ഞാനും ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കും കൂടിയുള്ള ഒരു പാഠം തന്നെയാണത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാവുന്നതിന് പിന്നിൽ ഇടതുപക്ഷ സർക്കാരിന്റെയും പിണറായി വിജയനുള്ള മുഖ്യമന്ത്രിയുടെയും ഈവൻ അഹമ്മദ് കുട്ടി ദേവർകോവിൽ എന്നുള്ള ആ മന്ത്രിയുടെയും ഒക്കെ ഇൻവോൾവ്മെന്റ്, ആ IAS ഉദ്യോഗസ്ഥ ദിവ്യസ് അയ്യരുടെയും എല്ലാം ഇൻവോൾവ്മെന്റ് ആളുകൾ കാണുന്നുണ്ട്. അത് ഇത്തരം ഗിമ്മിക്കുകൾ കൊണ്ടൊന്നും മായ്ച്ചു കളയാനോ ഒന്നും പറ്റില്ല. അങ്ങനെ നമ്മൾ അതും സത്യമാക്കി, അങ്ങനെ നമ്മൾ അതും ചെയ്തു തീർത്തു എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് കേരളത്തിലെ മുഴുവൻ മനുഷ്യന്മാർക്കും മനസ്സിലാവുന്നുണ്ട്. അതിനിടയിൽ എന്തൊക്കെ കോമാളികൾ എന്തൊക്കെ കളിച്ചാലും. പിന്നെ നമ്മൾ ഈ ചെറിയ കുട്ടികൾ ഉറങ്ങാൻ കിടക്കുമ്പോഴേ ഉറങ്ങിയിട്ടില്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ പറയും, ഇല്ല ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ കാലിളക്കുമല്ലോ എന്ന് പറഞ്ഞാൽ അപ്പൊ ചെറിയ കുട്ടികൾ കാലിളക്കി കാണിച്ചു തരും. അതുപോലെ മലയാളം അറിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് മലയാളം അറിയില്ല എന്ന് ആളുകളെ മുഴുവൻ മനസ്സിലാക്കിക്കുന്ന രീതിയിൽ മുണ്ട് മടക്കി കുത്തുക എന്നുള്ളതിന് എന്താണ് മലയാളത്തിൽ പറയുക എന്ന് പറയാൻ അറിയില്ല എന്ന് ആളുകളോട് പറയുന്ന, സംസാരിക്കാൻ എന്നെങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് ആളുകളോട് പറയുന്ന രീതിയിൽ പ്രതികരിക്കുന്ന ഒരാളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു ദുരന്തം. ശ്രീ ഷാബു പ്രസാദ്, ഇതാ നോക്കൂ, നിങ്ങളുടെ ആ സ്ഥിരം അജണ്ട തൃശ്ശൂരിൻ്റെ ഒരു ആവർത്തനം അതിനി പ്രതീക്ഷിക്കേണ്ട. കാരണം രാജീവ് ചന്ദ്രശേഖറിലേക്ക് ഇങ്ങനെ ഓവർ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമെന്ന് കരുതണ്ട. അത് എടുക്കുകയും ചെയ്യും. അതേസമയം കാതലായ ചോദ്യങ്ങളും ഉണ്ടാകും. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതിൽ വന്നിട്ടില്ല ഇതുവരെ എന്നുള്ളത് താങ്കളുടെ അടുത്തുണ്ട് ഇപ്പോഴും. അല്ല, ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ചന്ദ്രനടി, എന്താണ് രാജീവ് ചന്ദ്രശേഖർ കോമാളി, കേരളത്തിൻ്റെ ഫെഡറലിസത്തിനെ പ്രൈം മിനിസ്റ്റർ ഓഫീസ് തുരങ്കം വെക്കുന്നു, ഇതാ ശരിയാണോ മറ്റതാണോ മറിച്ച്, കണക്കിന്റെ കാര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് ഇപ്പൊ ഇവിടെ കൊച്ചി മെട്രോ ഇവിടെ ഉണ്ടാക്കും. കൊച്ചി മെട്രോയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് എത്ര പണം മുടക്കി? അത് ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഇങ്ങനെയുള്ള പല വൻ പദ്ധതികളും വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ രാജ്യത്തെ തുറമുഖങ്ങളും, ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും തുറമുഖങ്ങളും ഈ വലിയ മെട്രോ പ്രോജക്റ്റുകളും. അപ്പോ താങ്കൾക്ക് കണക്ക് അറിയാത്തത് കൊണ്ടല്ല, താങ്കൾ കണക്ക് പറഞ്ഞു തുടങ്ങി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ VGF ഗ്രാൻഡ് ആയി കൊടുത്തു, ഇവിടെ അങ്ങനെ തന്നില്ല. അല്ല, ഇന്നലെ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ അതിന്റെ വ്യക്തമായിട്ടുള്ള കാരണം എനിക്കറിയില്ല, അത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. എങ്കിലും ഞാൻ കേട്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VGF ഗ്രാൻഡ് ഇതായിട്ട് അല്ല, ലോണായിട്ടല്ല കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ അതിന് നാളെ നിയമപരമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത് അക്കാര്യത്തിൽ ഒരു വിദഗ്ധനല്ല. അതുകൊണ്ട് തന്നെ താങ്കൾ വളരെ വിദഗ്ധനാണെന്ന് എനിക്ക് മനസ്സിലായി. നല്ല വൈദഗ്ധ്യത്തോടുകൂടി തന്നെ താങ്കൾ ഇത് ഒഴിഞ്ഞു മാറുന്നുണ്ട്. എനിക്ക് 1 മിനിറ്റ് കഴിഞ്ഞു, 1.5 മിനിറ്റിലേക്ക് താങ്കളേക്ക് എത്തി. ഡോക്ടർ ഷിജു ഖാൻ, ആ കണക്കുകൾ അദ്ദേഹം പറഞ്ഞതിൽ താങ്കൾ സംതൃപ്തനാണോ? ഇപ്പോൾ ഈ VGF തന്നെയും ഇത് തിരിച്ചടയ്ക്കേണ്ട തുകയാണ്. ഇപ്പോൾ ഈ തുക തിരിച്ച് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയ പലിശയോടുകൂടിയാണ് തിരിച്ചടയ്ക്കേണ്ടി വരുന്നത്. ഇതുവരെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിനടക്കം നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയുകയും സംസ്ഥാന ഗവൺമെൻറ് വലിയ നിലയിലുള്ള വിഹിതം മുടക്കുകയും ഒക്കെ ചെയ്ത ഈ പദ്ധതിയെ ഈ തിരിച്ചടയ്ക്കേണ്ട ഗ്രാൻഡായിട്ട്, വായ്പയായി ഒരു യൂണിയൻ ഗവൺമെൻറ് പരിഗണിക്കുന്നത് ശരിയോ തെറ്റോ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ പിന്നെ എല്ലാവരും വളരെ സന്തോഷകരമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മളത് നിരന്തരം പിന്നെ ഓർമ്മിപ്പിക്കാത്തതാണ്. നേരത്തെ ചർച്ച ചെയ്തു, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പോർട്ടുകൾ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഗ്രാൻഡ് കേരളത്തിന് കിട്ടുന്നില്ല. മാത്രമല്ല ഇതിൻ്റെ തിരിച്ചടവെന്ന് പറഞ്ഞാൽ ഭീമമായ പിന്നെ തിരിച്ചടവാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ സഹായിക്കുന്നില്ല. അതോടൊപ്പം
പിന്നെ വായ്പ എന്ന നിലയിൽ, അതിൻ്റെ ഗ്രാൻഡ് അല്ല, വായ്പ എന്ന നിലയിലാണ് കേരളത്തിന് ഇത് നൽകുന്ന അവസ്ഥ. അപ്പോൾ കേരളത്തോടുള്ള യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സമീപനം ഇവിടെ വ്യക്തമാണ്. പിന്നെ പോർട്ടുകളും അതോടൊപ്പം നമ്മുടെ പിന്നെ എയർപോർട്ടുകളടക്കം സീപോർട്ടുകളടക്കം ഇതെല്ലാം യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള അധികാരപരിധിയിൽ ആയതുകൊണ്ടാണ് സ്വാഭാവികമായും യൂണിയൻ ഗവൺമെൻറ്റിന് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്നത്. അതല്ലാതെ യൂണിയൻ ഗവൺമെൻറ് ഇതിനു വേണ്ടി മുടക്കിയത് കൊണ്ടല്ല, മുടക്കുന്നില്ല. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളോട് സ്വീകരിക്കുന്ന നിലപാടിൻ്റെ തുടർച്ചയാണ്. എന്താണ് കേരളം? ഇന്ത്യയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റ് അല്ലേ? ഈ പോർട്ടിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ ഒരു പങ്ക് യൂണിയൻ ഗവൺമെൻറ്റിന് കിട്ടുന്നില്ലേ? ഇപ്പോൾ കേരളത്തിന് ലഭിക്കുന്നത് പോലെ യൂണിയൻ ഗവൺമെൻറ്റിന് അതിൻ്റെ ഭാഗമായിട്ടുള്ള വരുമാനം ലഭിക്കുന്നില്ലേ? അന്താരാഷ്ട്ര പിന്നെ സീപോർട്ട് എന്ന നിലയിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ നിലയിലുള്ള പിന്നെ കാര്യങ്ങൾ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ലഭിക്കുന്നില്ലേ? അപ്പോൾ യൂണിയൻ ഗവൺമെൻറ് കേരളത്തോടും വിഴിഞ്ഞം പോർട്ടിനോടും അർഹമായ പരിഗണന തരുന്നില്ല. ഒരു 30 സെക്കൻഡാണ് താങ്കളിലേക്ക്. ഈ പറയുന്ന കണക്കുകൾ കൂടി നമ്മൾ വെക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഷാബു പ്രസാദ് അവസാനം പറഞ്ഞു നിർത്തിയെടുത്ത് ഞാൻ താങ്കളിലേക്ക് വെക്കുന്നു. അല്ല, ഷാബു പ്രസാദ് വിദഗ്ധമായ കണക്കുകളൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന് അത്രേ ഉത്തരവാദിത്തമുള്ളൂ. അതായത് അന്ന് ഏതോ ഒരു ടെലിവിഷൻ ചാനലിനോട് സംസാരിച്ചുകൊണ്ട് ഒരു BJPയുടെ പ്രവർത്തകൻ ആവേശത്തോടെ പറയുന്ന ഒരു കാര്യം, അത് സത്യമായാൽ ഞാൻ സംതൃപ്തനാണ്. എന്താണെന്ന് വെച്ചാൽ ഈ കേന്ദ്ര സർക്കാർ തന്നിട്ടുള്ള വായ്പാ തുക തിരിച്ചടക്കേണ്ടുന്ന സമയമാവുമ്പോഴേക്ക് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന്. ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് തിരിച്ചാൽ, രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുന്ന സമയത്ത് ഇത് തിരിച്ചടച്ചാൽ മതി എന്ന് BJPയുടെ ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട ആളുകളോ PMO പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ്, തിരിച്ചടക്കേണ്ടല്ലോ. അതല്ലാതെ ഇവരോട് ഇതിനെപ്പറ്റി വേറൊന്നും പറയാൻ എനിക്ക് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ അത് തന്നെയാണ് നല്ല മറുപടി എന്ന് എനിക്ക് തോന്നുന്നു. കണക്കുകൾ പറഞ്ഞ ഷിജു ഖാനോട് കണക്കുകൾ പറയാൻ തയ്യാറാകാതെ ഷാബു പ്രസാദ് അവസാനം കൊച്ചി മെട്രോയുടെ കണക്കുകൾ പറയാൻ നോക്കി. പക്ഷേ അത് വീണ്ടും വിഴിഞ്ഞത്തിൻ്റെ കണക്കുകളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചു. അത് വീണ്ടും വിദഗ്ധമായി അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇനി നാളെ അദ്ദേഹം പുതിയ കണക്കുകൾ പറയുമായിരിക്കും. അത് BJPക്ക് പറയാനാകട്ടെ. പക്ഷേ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയാകുന്ന കാലത്ത് ഇത് അടച്ചു തീർത്താൽ മതി എന്നൊരു വാക്കെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകുമോ? അത് കാത്തിരിക്കുകയാണ് കേരളം. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ ഷിജു ഖാൻ, ഷാബു പ്രസാദ്, ഡോക്ടർ പ്രേംകുമാർ. ന്യൂസ് അവസാനിക്കുന്നു.